മടങ്ങിപ്പോകാൻ പറ്റില്ല. പൂർണ്ണമായൊരു മടക്കയാത്ര അസാധ്യമായിട്ടുള്ള ഒന്നാണ് ആധ്യാത്മികതയുടെ ദംശനമേൽക്കുക. അതിനെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറകിലോട്ട് പോകാൻ പറ്റില്ല. പിന്മടക്കം ഇല്ല പിന്നെ. അപ്പോഴും പലരും എന്നെ ഉപദേശിക്കുന്നുണ്ട്, കല്യാണം കഴിക്കുക അല്ലെങ്കിൽ ആ രീതിയിൽ പോയിക്കോ, ഈ ആത്മീയതയൊന്നും സാധാരണക്കാർക്ക് പറ്റിയതല്ല. ഇങ്ങനെ പലയിടത്തുനിന്നും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ചെറിയ പുസ്തകങ്ങളുണ്ട്. ശ്രീരാമകൃഷ്ണദേവൻ്റെ പുസ്തകം, വിവേകാനന്ദ സ്വാമിയുടെ പുസ്തകം, ശാരദാ മാതാവിൻ്റെ പുസ്തകം, പോക്കറ്റിലിട്ട് നടക്കാം. ഞാൻ ഈ 3 പുസ്തകങ്ങളും അതിൽ വിവേകാനന്ദ സ്വാമിയുടെയും രാമകൃഷ്ണദേവൻ്റെയും വാങ്ങുമ്പോൾ ആ കടയിലിരിക്കുന്ന ആൾ പറഞ്ഞു, ശാരദാദേവിയുടെയും വെച്ചോളൂ, ഒട്ടും മോശമല്ല കുട്ടി എന്ന് പറയും. അങ്ങനെ എൻ്റെ മുമ്പിൽ വെച്ച് ക്രിസ്തുവും കൃഷ്ണനും അലിഞ്ഞൊന്നു ചേരുകയാണ്. അതൊന്നും എൻ്റെ തീരുമാനമൊന്നുമല്ല. കോട്ടയത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് ബോട്ടിലിരിക്കുമ്പോൾ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആ യാത്രയിൽ ഞാൻ ആലോചിക്കുകയാണ്, ഞാൻ ഈ കായലോളങ്ങളെ ഇനി എങ്ങനെ കാണും, ഇനി എന്ന് കാണും? ഞാൻ പോവുകയാണ്. എന്നെ ഹിമാലയം വിളിക്കുന്നു, എന്നെ ബലൂർ മഠം വിളിക്കുന്നു, എന്നെ വിവേകാനന്ദ സ്വാമി വിളിക്കുന്നു. അപ്പോൾ സഫീർ എൻ്റെ അടുത്ത് പറഞ്ഞു, അത് കണ്ടോ ആ കാഴ്ച? ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് സമാധി ഉണ്ടായത് ഈ കാഴ്ച കണ്ടപ്പോഴാണ്. പക്ഷെ ഒരു ഏകദൈവ വിശ്വാസികളായിട്ടുള്ള ഇവർക്ക് ഇത്രയും ഈസി ആയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളത് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടില്ലേ? നമസ്തേ, എല്ലാവർക്കും യതീഷ മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. കുറച്ച് 2-3 ആഴ്ചകളിലെ ചെറിയൊരു ഇടവേള നമുക്ക് പോഡ്കാസ്റ്റുകളുടെ ബ്രോഡ്കാസ്റ്റിലുണ്ടായിട്ടുണ്ട്. 2 മേജർ റീസൺസ് ആണത്. ഒന്ന്, നമ്മൾ തിരയുന്ന സോളുകൾ, അല്ലെങ്കിൽ നമുക്ക് വന്നെത്തേണ്ട സോളുകളുടെ സമയം, ആ ഒരു അലൈൻമെൻറ്റിൻ്റെ ചില ഡിഫിക്കൽട്ടീസ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പം ചിലത് നമുക്ക് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു, പക്ഷേ എഡിറ്റിങ്ങിന് ബുദ്ധിമുട്ടുകൾ വരും. അപ്പം അതിൻ്റെ ഒരു സ്വാഭാവികമായ ഒരു ഡിലേ മാത്രമാണ്. അപ്പം നമ്മൾ തുടർന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒത്തിരി അതിഥികൾ ഇനിയും വരാനുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡേറ്റുകൾ എനിക്ക് തോന്നുന്നു ജൂൺ ജൂലൈ വരെ ഡേറ്റുകൾ ഫിക്സ്ഡാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മലയാളം കൂടാതെ ഒരു ഇംഗ്ലീഷ് ചാനലും കൂടി ഇപ്പം ചെയ്ത് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഐ തിങ്ക് മെയ് ഫസ്റ്റ് വീക്കോട് കൂടിയിട്ട് ഇംഗ്ലീഷ് ചാനലും നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും, കാരണം എപ്പോഴും നമ്മൾ കമൻസൊക്കെ അപ്പം തന്നെ റിപ്ലൈ അയക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പം ആ ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ക്വാണ്ടിറ്റിയേക്കാൾ കൂടുതൽ ക്വാളിറ്റിയിൽ എന്നും യതീഷ ശ്രദ്ധിക്കുന്നതാണ്. നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങളെന്നും നിങ്ങൾ അറിയിക്കണം. കോൺടാക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതിഥികൾ ആരെങ്കിലും വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നമ്പറിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വിളിക്കാം. ഇന്ന് നമ്മളുടെ മുന്നിൽ, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് നിങ്ങൾക്കായി പോഡ്കാസ്റ്റിന് വിളിച്ചിട്ടുള്ളത്, എപ്പോഴും ഇന്നത്തെ കാലത്ത് എഴുത്ത് അത് പുസ്തകങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മാസികകളിൽ നിന്നൊക്കെ മാറി കുറച്ച് വ്യാപരിച്ചു എന്നാണ് തോന്നുന്നത്. അത് ഫേസ്ബുക്കിലേക്ക് എത്തിയ കാലമാണ്. കുറച്ച് കാലമായി ഇങ്ങനെ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും വാക്കുകളിൽ ചില വാക്കുകൾ ക്രമീകരിക്കുമ്പോൾ അത് അർത്ഥത്തെക്കാൾ ഉപരി ചില അനുഭവങ്ങളും ചില നോവുകളായി മാറുന്ന കാഴ്ച നമുക്ക്, അല്ലെങ്കിൽ അനുഭവം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അങ്ങനെ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിചയപ്പെട്ട, അല്ലെങ്കിൽ കുറച്ച് അടുത്തറിയാൻ കഴിഞ്ഞ ഒരു സുഹൃത്തും തൃശ്ശൂർ നിവാസിയുമായിട്ടുള്ള പീയൂഷ് ജി. പക്ഷേ പലരും പീയൂഷ് ക്രിസ് എന്നാണ് പുള്ളി തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ന് അതിഥിയിലേക്ക് പോവാം. ക്രിസ്, നമസ്തേ. നമസ്കാരം. നമ്മൾ വലിയ മുഖവരെന്ന് എപ്പോഴും ഒരു അതിഥിയെപ്പറ്റും പറയാറില്ല. കാരണം അതിഥിയാണല്ലോ എപ്പോഴും പറയുമ്പോൾ ആൾക്കാർക്ക് അറിയാൻ സാധിക്കാം. അപ്പം ഈ പീയൂഷ് ജി എന്നതിൽ നിന്ന് പീയൂഷ് ക്രിസ് എന്നുള്ളൊരു എഴുത്ത്, അപ്പം അങ്ങയുടെ എഴുത്ത് ഫേസ്ബുക്കിൽ വായിക്കുമ്പോൾ എപ്പോഴും തോന്നാറുണ്ട്, അങ്ങനൊരു എഴുത്തുകാരനാണോ എന്ന്. അങ്ങനെ ഞാൻ കുറേ തിരഞ്ഞു, അങ്ങനൊരു എഴുത്തുണ്ടോ, ഒരു ബുക്കുണ്ടോ എന്നൊക്കെ. പക്ഷേ ബുക്കിലേക്ക് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ബുക്ക് എഴുതിയിട്ടില്ല. അത് ചിലപ്പം അങ്ങയുടെ യാത്രയുടെ, അല്ലെങ്കിൽ ജീവിതയാത്രയുടെ വ്യത്യസ്തമായ സമയങ്ങളിലാണല്ലോ പലതും ഉരുത്തിരിഞ്ഞ് വരുന്നത്. അപ്പം ഇന്ന് എനിക്ക് ചിലപ്പം ഫേസ്ബുക്ക് വഴി അങ്ങേ അറിയാം, അല്ലെങ്കിൽ സംസാരങ്ങളോടെ അറിയാം. പക്ഷെ പ്രേക്ഷകർക്ക് ആരാണ് പീയൂഷ് എന്ന് ചോദിച്ചാൽ, ഒന്ന് പീയൂഷിൻ്റെ പറ്റി, ഇപ്പം വേദാന്തമാവാം, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി ആവാം, മനുഷ്യസ്നേഹമാവാം, ഈ മൂന്നും അവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ എഴുത്തിൽ. എപ്പോഴും അത് ജാതി മതഭേദമന്യേ അങ്ങ് എപ്പോഴും എഴുതുന്നതിൽ, അല്ലെങ്കിൽ ഒരു നിലപാട്, എപ്പോഴും അങ്ങയുടെ നിലപാട് മനുഷ്യത്തോട് ചേർന്ന് നിൽക്കുന്ന നിലപാടാണ്.
അപ്പോൾ ആ നിലപാടുകളിലൂടെ യാത്ര അല്ലെങ്കിൽ അങ്ങയെപ്പറ്റി ഒന്ന് പറഞ്ഞു കൊള്ളാം. ഞാൻ ഈ മേഖലയിലേക്ക് വരാനുള്ള ഒരു സാഹചര്യമാണല്ലോ ചോദിക്കുന്നത്. അതെ. ഒരു 20 വയസ്സ് വരെ, 20ാമത്തെ വയസ്സ് വരെ, അതായത് ഒരു മനുഷ്യൻ്റെ ആയുസിൻ്റെ ഒരു മേജർ പോർഷൻ വാസ്തവത്തിൽ എനിക്ക് സ്പിരിച്വാലിറ്റി എന്താണെന്ന് അറിയില്ല. അപ്പം അത്തരത്തിലൊരു സാഹചര്യമുള്ളൊരു വീട്ടിലല്ല, വീടും പരിസരത്തും അത്തരം ഒരു സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ സാധാരണ ചുറ്റുപാടിൽ അമ്പലത്തിൽ പോകും, അതിനപ്പുറത്തേക്ക് ഗൗരവമായിട്ടുള്ള ഒരു അന്വേഷണമോ ആധ്യാത്മികത എന്നൊരു തലമുണ്ട്, ലൈഫിന് അങ്ങനെ ഒരു തലമുണ്ട് എന്നുപോലും നമുക്ക് അറിയാത്തൊരു ഘട്ടമുണ്ട്. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഒരു സമയത്ത് കൂടിയായിരുന്നു അന്ന് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഒരു 20 വയസ്സിനോട് അടുപ്പിച്ചുള്ളൊരു സമയമുണ്ട്. ഇപ്പോൾ സയൻറ്റിസ്റ്റുകളൊക്കെ പറയുന്നത് ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും സ്ട്രെസ്സ് ഏറിയ പ്രായം എന്ന് പറയുന്നത് അത് തന്നെയാണ്, 20 വയസ്സിലാണ്. അതിനുശേഷം വെല്ലുവിളികളുണ്ടാവും, നമ്മൾക്ക് സ്ട്രെസ് ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ 20 വയസ്സിലുണ്ടാകുന്ന വെല്ലുവിളികൾക്കും സ്ട്രെസ്സുകൾക്കും ഒരു പ്രത്യേകതയുണ്ട്, നമുക്ക് അനുഭവം തീരെയില്ല. നമ്മൾ ഈ ജീവിതത്തെ പരിചയപ്പെട്ടിട്ടില്ല. ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന മുഹൂർത്തത്തിലുണ്ടാകുന്ന ഒരു അജ്ഞതയുണ്ട്. ആ അജ്ഞതയാണ് നമുക്ക് അത്രയും സ്ട്രെസ്സ് നൽകുന്നത്. അതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു കറുത്ത സമയം തന്നെയായിരിക്കും, ഒരു ഡാർക്ക് പീരീഡ് ആയിരിക്കും. പല മനുഷ്യരും അവിടെ വെച്ച് ഇടറിപ്പോകാറുണ്ട്. അങ്ങനെ ഇടറിപ്പോകുന്നതിൻ്റെ വക്കിലെത്തിയ നിമിഷമാണ് ഞാനൊരു ഖനിയിലേക്ക്, ആ ഇടറി വീണതൊരു ഖനിയിലേക്കായിരുന്നു. ഓഷോയൊക്കെ പറയുന്ന പോലെ ഒരു ഖനിയിലേക്ക് നയിക്കുന്ന ആദ്യത്തെ സ്വർണ്ണക്കല്ല് ഞാൻ കണ്ടെത്തി. ഒരു മനുഷ്യൻ അയാൾ കാട്ടിൽ അലയുകയാണ്, ഒരു ദിക്കറിയാതെ ദിശയറിയാതെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അദ്ദേഹം ഒരു എക്സ്പ്ലോർ ചെയ്ത് പോവുകയാണ്, ഒരുപക്ഷെ നിധി കണ്ടെത്താനുള്ള യാത്രയാണ്. പക്ഷെ അദ്ദേഹത്തിനൊന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ ആ യാത്രയുടെ ഒടുവിൽ അദ്ദേഹം ഇടറി താഴോട്ട് പതിക്കുകയാണ്. അങ്ങനെ പതിച്ചത് ഒരു കല്ല്, അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കല്ല് തടഞ്ഞു. അതൊരു രത്നമായിരുന്നു. ആ കല്ല് തടഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഇനി മുമ്പോട്ട് പോയാൽ അവിടെ ഒരു ഖനിയുണ്ട്, അതൊരു നിധിയാണ് എന്ന് മനസ്സിലായത്. അതുപോലൊരു അനുഭവം ഉണ്ടായി എന്നുള്ളതാണ്. 20 വയസ്സ്, കൃത്യമായും പറഞ്ഞ 20ാമത്തെ വയസ്സിൽ. അതുവരെ നമ്മൾ ക്ഷേത്രങ്ങളിൽ നിന്ന് മാത്രം പരിചയിച്ച ഒരു വിശ്വാസ പരിസരത്ത് വളർന്നു വന്നു. ഈ വിശ്വാസം ഒരുപാട് ഘട്ടങ്ങളിൽ പരീക്ഷിക്കപ്പെടും. ഈ വിശ്വാസം എപ്പോഴും നമ്മളെ രക്ഷിക്കുകയില്ല. നമ്മുടെ യുക്തി വളർന്നു വരുമ്പോൾ ഈ വിശ്വാസങ്ങളെ നമ്മൾ തന്നെയായിരിക്കും ആദ്യം ചോദ്യം ചെയ്യുക. പുറത്തുനിന്നൊരു ചോദ്യം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ തന്നെ നമ്മളെ ചോദ്യം ചെയ്തു തുടങ്ങും. ഞാൻ നിൽക്കുന്നത് എവിടെയാണ്, എൻ്റെ ആധാരം എവിടെയാണ്, ജീവിതത്തിൻ്റെ ഒരു അകക്കാമ്പ് ഏതാണ്. അപ്പോൾ അതിലേക്കൊന്നും ഒരു സമാധാനം മെറ്റീരിയലായിട്ടും കാണിക്കാനില്ല, സ്പിരിച്വലായിട്ടും കാണിക്കാൻ പറ്റുന്നില്ല. സ്പിരിച്വലായിട്ട് നമുക്കൊരു വിശ്വാസത്തെ മാത്രമേ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നുള്ളൂ. മെറ്റീരിയലായിട്ട് പഠിക്കുക, ഒരു ജോലി സമ്പാദിക്കുക, പിന്നെ ഒരു അച്ചിൽ വാർത്ത മാതൃകയിൽ അങ്ങ് ജീവിച്ചു പോവുക. ഇത് രണ്ടും നമ്മളെ പക്ഷേ സംതൃപ്തമാക്കാത്തൊരു സമയമുണ്ട്. അപ്പോൾ ആ സമയത്താണ് എന്താണ് ലൈഫിൻ്റെ ഒരു അർത്ഥം എന്നൊക്കെ നമുക്ക് തോന്നും. നമ്മളിലേക്ക് വരുന്ന ചിന്തയത്, അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, വീട്ടിൽ അച്ഛനൊരു ലൈബ്രറി ഉണ്ട്. അപ്പോൾ ആ ലൈബ്രറിയിൽ നിന്ന് കുറച്ച് പുസ്തകങ്ങൾ ഞാനെടുത്ത് വായിക്കാറുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ. വായനാശീലത്തിലേക്ക് എന്നെ ഇനിഷ്യേറ്റ് ചെയ്തത് അച്ഛനാണ്. അപ്പോൾ കൂടുതലും ഫിക്ഷനാണ് വായിച്ചുകൊണ്ടിരുന്നത്. ബഷീർ കുട്ടികൾക്ക് വായിച്ചു തുടങ്ങാൻ വളരെ രസകരമാണ് ബഷീർ. ഒരു ഡിക്ഷണറിയുടെ ആവശ്യമില്ല, വളരെ സരസമായി നമുക്ക് വായിച്ചു പോവാം. അനവാരിയും പൊൻകുരിശും എല്ലാം നമ്മുടെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠിതമാണ്. പിന്നെ അങ്ങനെ ഓരോരോ, ഇപ്പം യയാതി, അതുപോലെ ഭാരത പര്യടനം, ഇത്തരത്തിലുള്ള ക്ലാസിക്കുകളിലൂടെയൊക്കെ യാത്ര ചെയ്യാൻ സാധിച്ചു. അപ്പോൾ കയ്യിൽ തടഞ്ഞ ഒരു പുസ്തകമുണ്ട്. ഒരു 3 പുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കാതെ തിരിച്ച് മടക്കി വെക്കേണ്ടി വന്നു ഷെൽഫിലേക്ക്. ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത് ഭഗവത്ഗീതയാണ്, ഭഗവത്ഗീതയുടെ വ്യാഖ്യാനം. അപ്പോൾ ഗീതയെ കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതെന്തോ ഉണ്ട്, ഇതിലെന്തോ നമ്മളെ സഹായിക്കുന്ന അതിലുണ്ടെന്നറിയാം. പക്ഷെ തുറന്നു നോക്കി വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ല.
അർജുനൻ തളർന്നിരിക്കുന്നത് വരെ മനസ്സിലാകും. കൃഷ്ണൻ സംസാരിച്ച് തുടങ്ങുന്നതോടുകൂടി നമുക്ക് പിടുത്തം വിടും. അർജുനൻ്റെ പ്രശ്നം ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കാം, പക്ഷേ കൃഷ്ണൻ്റെ മറുപടി നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല. അതുതന്നെയാണ് ഭഗവത്ഗീതയുടെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു പ്രത്യേകത. അത് നമ്മളെ അർജുനനായാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുക. അതിപ്പോൾ ഇന്നത്തെ കാലത്ത് സിനിമ കാണുന്ന പോലെ ആദ്യ പകുതി വളരെ ഇൻട്രസ്റ്റിങ്ങും രണ്ടാം പകുതി വളരെ ലാഗ് അടിച്ചു എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. നമുക്ക് സ്വയം ആ ലെവലിലേക്ക് നമുക്ക് ഉയർന്ന് എത്തിപ്പിടിക്കേണ്ട ഒരു സാഹചര്യം വരും. അപ്പോൾ ഭഗവത്ഗീത തിരിച്ച് ഷെൽഫിൽ വെച്ചു. പിന്നെ അതുപോലെ ഫിക്ഷൻ ഇടയ്ക്കുന്ന കയ്യിൽ തടഞ്ഞൊരു പുസ്തകമാണ് ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ മൾബറി പ്രസിദ്ധീകരിച്ച് അറിഞ്ഞതിൽ നിന്നുള്ള മോചനം. അതും തുറന്നു നോക്കി, ഒന്നും മനസ്സിലായില്ല. സ്നേഹത്തെക്കുറിച്ചൊക്കെ മനോഹരമായി എഴുതിയിട്ടുണ്ട്, പക്ഷേ വായന നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ സാധിക്കാതെ എന്തോ ഒരു തടസ്സമുണ്ട്. തിരിച്ചതും ഷെൽഫിൽ വെച്ചു. മൂന്നാമത് തടഞ്ഞ പുസ്തകമാണ് പ്രവാചകൻ, ഖലീൽ ജിബ്രാൻ്റെ പ്രവാചകൻ. അതൊന്നും മനസ്സിലായിട്ടില്ല. വാസ്തവത്തിൽ ലോകത്തിലെ ഏറ്റവും മനോഹരമായി രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിലൊന്നാണ് പ്രവാചകൻ. പൊയറ്റിക്കായിട്ട് ഹൃദയത്തിൽ നിന്നും അവബോധത്തിൽ നിന്നും എഴുതിയൊരു പുസ്തകമാണ്. അപ്പോൾ ഈ 3 പുസ്തകങ്ങളും തിരിച്ചു മടക്കി വെച്ചു. ആ സമയത്ത് തന്നെ ഈ ഒരു പ്രശ്നവും വന്നു. എന്താണ് വിശ്വാസം, എന്താണ് ഈശ്വരൻ, ജീവിതത്തിൻ്റെ ഒരു എവിടെയാണ് നമ്മളൊന്ന് മുറുക്കി പിടിക്കേണ്ടത്, അതാണ് പ്രശ്നം. 20 വയസ്സ് ഒരുപാട് ഭൗതികമായിട്ട് കുറച്ച് വെല്ലുവിളികൾ നേരിടുന്നൊരു സമയം കൂടിയാണ്. ഈ സമയത്ത് എൻ്റെ പല കൂട്ടുകാരും, അവർ ഏകദൈവ വിശ്വാസികളായിട്ടുള്ള പല സുഹൃത്തുക്കളും അവരുടെ വിശ്വാസങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ, അതുപോലെ നമ്മുടെ പശ്ചാത്തലം എന്താണ്, ഏതാണ് നിങ്ങളുടെ പുസ്തകം, ഏതാണ് നിങ്ങളുടെ ഒരു ഈശ്വരൻ എന്ന് ചോദിക്കുമ്പോൾ സ്പഷ്ടമായിട്ട് ഒന്നും എനിക്ക് പറയാനില്ല, കാണിച്ചു കൊടുക്കാനില്ല. ഒരു ഹോളി ബുക്കില്ല, ഒരു ഫോക്കസ് ചെയ്യാനൊന്നുമില്ല. അവിടെ പരന്ന് കിടക്കുകയാണ്. അപ്പോൾ നമുക്കവിടെ ഒന്നും ഫോക്കസ് ചെയ്യാനില്ല, ആഴോട്ട് ദർശിക്കാനും പറ്റുന്നില്ല. ഹിന്ദുമതം പരന്ന് കിടക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ആഴം നമുക്കറിയില്ല. ഫോക്കസ് ചെയ്യാൻ നമുക്കവിടെ ഒന്നുമില്ല. ഇങ്ങനെയൊക്കെ ധാരാളം പ്രഷറുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം, 20 വയസ്സ്. ആ സമയത്താണ് നമ്മളുടെ വീടിനടുത്ത് ഒരു ഗീതാ ക്ലാസ് യാദൃശ്ചികമായിട്ട്, അവിടെ പുതിയകാവ് എന്ന് പറയുന്നൊരു അമ്പലമുണ്ട്. അപ്പോൾ അവിടെ ഗീതാ ക്ലാസ് തുടങ്ങി. പുതിയകാവ് അമ്പലത്തിൽ ഭഗവത്ഗീതയുടെ ക്ലാസ് ആരംഭിക്കുന്നു, അറിയിപ്പ് കിട്ടി. അത് SN കോളേജ്, അവിടുത്തെ പ്രശസ്തമായ കോളേജാണ് SN കോളേജ്. KP അപ്പൻ സാറൊക്കെ പഠിപ്പിച്ച, ONV ഒക്കെ പഠിച്ച കോളേജ്. അപ്പോൾ അവിടുന്ന് റിട്ടയർ ചെയ്തൊരു മാഷ്, നാരായണൻ മാഷ് എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം സംസ്കൃതമാണ് അദ്ദേഹത്തിൻ്റെ വിഷയം. അപ്പോൾ അദ്ദേഹമാണ് ക്ലാസ് നയിക്കുന്നത്. വളരെ രസകരമായി സരസമായി ക്ലാസ് നയിക്കും. ടീച്ചിങ് സ്കില്ല് കൊണ്ട് അനുഗ്രഹീതനായൊരു മനുഷ്യൻ. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാൽ അത് നമ്മളെ ബാധിച്ചിരിക്കും. അത്തരം അപൂർവ അധ്യാപകരെ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പം ഇത് അത്തരമൊരു മനുഷ്യനായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് ആദ്യത്തെ ദിവസം ഭഗവത്ഗീത എന്ന സെലക്റ്റഡ് വേഴ്സ് മാത്രമേ അവിടെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഭഗവത്ഗീത ആസ് എ ഹോൾ ടെക്സ്റ്റ് അല്ല, ഒരു ചെറിയ ഗ്രന്ഥം, അതിൽ തിരഞ്ഞെടുത്ത കുറച്ച് ശ്ലോകങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്നാണ് ആദ്യമായിട്ട് ഞാൻ ഈ ആത്മാവ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ശ്രവിക്കുന്നത്. ആദ്യത്തെ ദർ ഈസ് ഓൾവേസ് എ ഫസ്റ്റ് ടൈം എന്ന് പറയുന്ന പോലെ ആദ്യ സ്പർശം എന്ന് പറയുന്നത് നമുക്ക് പ്രഷ്യസാണ്. ആദ്യത്തെ ടച്ച് എത്രത്തോളം ഉണ്ടാവും എന്നതനുസരിച്ചിരിക്കും. നമ്മുടെ ആ വെർജിനിറ്റിയിലാണ് നമ്മൾ നിൽക്കുന്നത്. സ്പിരിച്വലി നമ്മളൊരു വെർജിനാണ്. അപ്പം നമ്മളെ ആദ്യമായി ആത്മീയത നമ്മളെ ആദ്യമായി സ്പർശിക്കുന്ന ഒരു മുഹൂർത്തമുണ്ട്. അവിടെ നമ്മൾ ബ്ലഷ് ചെയ്തു. ഇപ്പോൾ ബൈറൺ പറയുന്നത് പോലെ വാട്ടർ വെൻ ഷീ സോ ഹെർ മാസ്റ്റർ ബ്ലഷ്ഡ് എന്നാണ് പറഞ്ഞത്. ജീസസ് ക്രൈസ്റ്റ് വെള്ളത്തെ വീഞ്ഞാക്കുന്ന ഒരു മുഹൂർത്തമുണ്ട്. അപ്പോൾ അതിനെ ലോർഡ് ബൈറൺ എന്ന് പറയുന്ന കവി കവിതയായി പറയുമ്പോൾ വാട്ടർ വെൻ ഷീ സോ ഹെർ മാസ്റ്റർ ബ്ലഷ്ഡ്, അവളുടെ നാഥനെ കണ്ടപ്പോൾ വെള്ളം ചുവന്നു തുടുത്തു, അതാണ് വൈനായി മാറിയത്. സമാനമായൊരനുഭവമാണ്. ഈ ആത്മാവെന്നുള്ള കോൺസെപ്റ്റ് നമ്മളെ സ്പർശിച്ച നിമിഷം ഞാൻ മാറി. എൻ്റെ പരിവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഇതെൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് തറച്ചത്, ഈ ആത്മാവെന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. അതിനുമുമ്പ് നമ്മൾ ധാരാളം വിശ്വാസങ്ങളെക്കുറിച്ചൊക്കെ ധാരാളം അറിയാം. ക്ഷേത്രങ്ങൾ, ദേവതകൾ, ആരാധനാക്രമങ്ങൾ, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. അതിലൂടെ കടന്നു പോയിട്ടുമുണ്ട്. ശരിയാണ്, അന്നും ഇന്നും എൻ്റെ മനസ്സിൽ പരദേവതയും ക്ഷേത്രവും ഒക്കെ ഒരു നെടും തൂണായിട്ട് നിൽപ്പുണ്ട്. പക്ഷെ നമ്മുടെ
നമ്മുടെ ഒരു ഉള്ളിലെ ഒരു ശൂന്യം. ഇപ്പം ഒ വി വിജയൻ്റെയൊക്കെ ഭാഷ, വിജയമാഷിൻ്റെയൊക്കെ ഭാഷ നമ്മൾ കടമെടുക്കുകയാണെങ്കിൽ ചില ഒഴിഞ്ഞ സ്ഥലികളുണ്ട്, പൂരിപ്പിക്കപ്പെടേണ്ട ചില ഒഴിഞ്ഞ സ്ഥലികൾ. അത്തരമൊരു സ്ഥലം, ഒരു പവിത്രമായൊരു സ്ഥലത്താണ് ഈ വാക്ക് ആത്മാവെന്ന് പറയുന്ന ആ ആശയം വന്ന് തറയ്ക്കുന്നത്. വേദാന്തത്തിൽ അതിനെ ശ്രവണം എന്നാണ് പറയുന്നത്. ആദ്യത്തെ ശ്രവണം വളരെ പ്രധാനമാണ്. മറ്റ് എന്തെങ്കിലുമൊക്കെ അവിടേക്ക് വരുന്നതിന് മുമ്പ് ആദ്യം ഉണ്ടായൊരു ശ്രവണം. എനിക്ക് ആദ്യത്തെ ആ കേൾവിയിൽ തന്നെ ഒരു കാര്യം ബോധ്യമായി. ഞാനീ കേൾക്കുന്നത് ട്രൂത്താണ്, ഞാനീ കേൾക്കുന്നത് സത്യമാണ്, കേവലമായ സത്യം. അതിനെക്കുറിച്ചാണ് ഞാൻ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആത്മാവിനെക്കുറിച്ചാണ് പറയുന്നത്. ആത്മാവിന് ജനനമില്ല, ആത്മാവിന് മരണമില്ല, അത് ശാശ്വതമാണ്, ഇത്തരത്തിൽ അനശ്വരമാണ്. ഇത്തരത്തിലിങ്ങനെ പേർത്തും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ശ്ലോകാസ് ആഫ്റ്റർ ശ്ലോകാസ് ഇതേ ആശയങ്ങൾ വീണ്ടും വീണ്ടും ഉരുക്കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ണ് നിറയുന്നുണ്ടോ, ഞാൻ വിറയ്ക്കുന്നുണ്ടോ, ഇത് സത്യമാണ് ഞാൻ കേൾക്കുന്നത്. പിന്നീട് അങ്ങനെ 2-3 തവണ അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കേൾവിയിൽ തന്നെ നമ്മളെ പരിവർത്തനം സംഭവിക്കുന്ന ഒരു മുഹൂർത്തം. അതോടുകൂടി ആ കൂരിരുട്ട് മാഞ്ഞു തുടങ്ങി എന്നുള്ളതാണ് സത്യം. അതായിരുന്നു എൻ്റെ ആ ഒരു യാത്രയുടെ ആരംഭം കുറിക്കുന്നതായിരുന്നു, ഒരു കേളി കൊട്ടായിരുന്നത്. തുടർന്ന് 21-ാമത്തെ വയസ്സിൽ ഞാൻ രാമകൃഷ്ണ മഠത്തിൽ എത്തിച്ചേരുകയാണ്. പുറനാട്ടുകര, തൃശ്ശൂരിനോടുള്ള എൻ്റെ ആത്മബന്ധം അന്ന് തുടങ്ങി. 21-ാമത്തെ വയസ്സിൽ തുടങ്ങി. പുറനാട്ടുകര ആശ്രമത്തിൽ എത്തിച്ചേരാനുള്ള കാരണം വാസ്തവത്തിൽ ഈ കേട്ടത് തന്നെയാണ്. ആ സമയത്ത് തന്നെ വിവേകാനന്ദ സ്വാമിയുടെ പുസ്തകങ്ങൾ വീട്ടിലുണ്ട്. കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം, ഇങ്ങനെ യോഗ സമുച്ചയങ്ങൾ വീട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ട്, രാജയോഗം. അപ്പോൾ ഇതിൽ കണ്ടുപരിചയിച്ചൊരു പേരാണ് രാമകൃഷ്ണ മഠം പുറനാട്ടുകര. എല്ലാ പ്രിന്റ് ബുക്കിലും അതിൻ്റെ പുറകിൽ ഈ ഒരു മന്ത്രം പോലെ പുറനാട്ടുകര, രാമകൃഷ്ണ മഠം പുറനാട്ടുകര, എല്ലാ ബുക്കിലും അതേ ഉണ്ടാവുള്ളൂ. മൂന്ന് കൊച്ചു ചെറിയ പുസ്തകങ്ങളുണ്ട്. ശ്രീരാമകൃഷ്ണദേവൻ്റെ പുസ്തകം, വിവേകാനന്ദ സ്വാമിയുടെ പുസ്തകം, ശാരദാ മാതാവിൻ്റെ പുസ്തകം പോക്കറ്റിലിട്ട് നടക്കാം. ഞാൻ ഈ 3 പുസ്തകങ്ങളും അതിൽ വിവേകാനന്ദ സ്വാമിയുടെയും രാമകൃഷ്ണദേവൻ്റെയും വാങ്ങുമ്പോൾ ആ കടയിലിരിക്കുന്ന ആൾ പറഞ്ഞു, ശാരദാദേവിയുടെയും വെച്ചോളൂ, ഒട്ടും മോശമല്ല കുട്ടി എന്ന് പറയും. നമുക്കെന്തോ സ്ത്രീകൾ അന്ന് നമുക്ക് അറിയില്ലല്ലോ, ഇവരെ ആരെയും നമുക്ക് പരിചയമില്ല. അപ്പോൾ ആ പുസ്തകങ്ങളിലൂടെ പരിചയിച്ച സ്ഥലത്തേക്ക് എനിക്ക് നേരിട്ട് പോകാനൊരു ഉൾവിളി വരികയാണ്. തൽക്കാലം വീടിനോട് വിട പറഞ്ഞു, ഗൃഹത്യാഗി. അങ്ങനെയൊക്കെ ഒരു ഘട്ടം നമ്മുടെ ജീവിതത്തിൽ വരും. നമുക്ക് വീട് വിട്ട് പോകേണ്ടി വരും. അത് നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്കിംഗ് ആണ്. അത് നമ്മൾ പോലും നമ്മളെ ഒരു ലോജിക്കലി ഉള്ള നമ്മുടെ ആഗ്രഹമൊന്നുമല്ല. ലോജിക്കലി നമുക്ക് കംഫർട്ടബിളായിട്ടിരിക്കാനാണ് ഇഷ്ടം. പക്ഷേ മുട്ട പുറത്ത് നിന്ന് നമ്മളൊന്നെങ്കിൽ ഇപ്പോൾ ഒരു കോഴിക്കുഞ്ഞ് പുറത്ത് വരുന്നത് 2 രീതിയിലാവാം. ഒന്നെന്ന് പറഞ്ഞാൽ ഉത്തമമായ വഴി എന്ന് പറഞ്ഞാൽ കോഴിക്കുഞ്ഞ് തന്നെ മുട്ട അകത്തു നിന്ന് പൊട്ടിച്ച് പുറത്ത് വരുന്നൊരു ഘട്ടമുണ്ട്. അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു വിരിയൽ എന്ന് പറയുന്നത്. മുട്ട അകത്തുനിന്ന് വിരിഞ്ഞ് പുറത്ത് വരുമ്പോൾ ഈ കുട്ടി തന്നെ അതിനെ ബീക്ക് കൊണ്ട് കൊത്തി പൊട്ടിച്ച് പുറത്ത് വരും. പക്ഷേ എല്ലാ കുട്ടികളും അങ്ങനെ ശ്രമിക്കില്ല, അവരവിടെ സ്വസ്ഥമായിട്ടിരിക്കുക. ഈ സമയത്ത് അമ്മ കോഴി അല്ലെ അമ്മ പക്ഷി പുറത്തുനിന്ന് അതിനെ കുത്തി പൊട്ടിച്ച് പുറത്തോട്ട് കൊണ്ടുവരും. നിനക്ക് അവിടെ അകത്തിരിക്കാൻ പറ്റില്ല, കംഫർട്ടബിളായിട്ടിരിക്കാൻ പറ്റില്ല. നീ ചൂസ് ചെയ്തിരിക്കുന്നത് ഈ ലൈഫാണ്, ഈ ഭൂമിയിലെ ജീവിതമാണ്. ഭൂമിയിലെ ജീവിതത്തിലേക്ക് നമ്മൾ കംഫർട്ട് സോണിലേക്കല്ല അവിടെ നമുക്ക് എക്കാലവും പുലരാൻ പറ്റില്ല. അങ്ങനെ നമ്മളെ പുറത്തു കൊണ്ടുവരും. പ്രകൃതിയിലെല്ലാം ആലേഖനം ചെയ്തു വെച്ചിരിക്കുന്നത് തത്വങ്ങളാണ്. അപ്പോൾ എനിക്കും അതുപോലെ വീട്ടിൽ നിന്ന് പുറത്ത് വരേണ്ടി വന്നു. അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളിലൊന്നാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ആ കാലത്ത് വളരെ സ്ട്രെസ്ഡ് ആയിരുന്നു. നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് അല്ല, ഒരുപാട് വെല്ലുവിളികൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഇന്ന് നോക്കുമ്പോൾ അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു നിമിഷത്തിൽ എനിക്ക് ആശ്രമത്തിലേക്ക് വരാൻ തോന്നി. പുറനാട്ടുകര ആശ്രമത്തിലേക്ക് ഞാൻ യാത്ര ചെയ്യുകയാണ്. പലരും ചോദിക്കുന്നുണ്ട് എന്തിനാണ് പോകുന്നത്. എനിക്കതിന് അവർക്ക് കൊടുക്കാൻ മറുപടിയൊന്നുമില്ല. എനിക്ക് പോകണം, എന്നെ വിളിക്കുന്നു. അങ്ങോട്ടേക്ക് അകാരണമായിട്ടുള്ളൊരു ആകർഷണം. ഈ ആത്മാവിനെ കുറിച്ചിട്ടുള്ള ആ ശ്ലോകങ്ങൾ ഇങ്ങനെ, അല്ലെങ്കിൽ ആ ആശയം ഇങ്ങനെ റെവർബറേറ്റ് ചെയ്യുകയാണ് ഹൃദയത്തിൽ. അങ്ങനെ പ്രിയപ്പെട്ടവരെയൊക്കെ ഉപേക്ഷിച്ച്, പ്രിയപ്പെട്ട എല്ലാ സാഹചര്യങ്ങളെയും ഉപേക്ഷിച്ച് നമ്മൾ പുറനാട്ടുകര ആശ്രമത്തിലെത്തി. അന്ന് ശക്രാനന്ദ സ്വാമിയാണ് അവിടുത്തെ പ്രസിഡൻറ്റ്. അതുപോലെ മൃഡാനന്ദ സ്വാമി അവിടെ വിശ്രമ ജീവിതം നയിക്കുന്നു. വളരെ സമ്പന്നമായ ഒരു കാലാവസ്ഥ. അവിടെ ഞാൻ ഇൻമേറ്റായിട്ട് ചേരുകയാണ്. വെള്ളയും വസ്ത്രമൊക്കെ ധരിച്ച്
നമ്മളവിടെ ആശ്രമത്തിലെ ഒരു ഇൻമേറ്റ് ആവുകയാണ്. ഈ സമയത്താണ് മൃഡാനന്ദ സ്വാമി നമുക്ക് ക്ലാസ് എടുത്തു. അദ്ദേഹം നമ്മുടെ വിശ്രമ ജീവിതം നയിക്കുക. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം നമുക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. ഭഗവത്ഗീതയുടെ ബാക്കി ക്ലാസ് ഞാൻ അവിടെ നിന്നാണ് കേൾക്കുന്നത്. അദ്ദേഹം കൃഷ്ണൻ്റെ മറുപടിയിലേക്ക് വിശദമായിട്ട് തന്നെ ആനയിച്ചു. അപ്പോഴും പൂർണ്ണമായൊരു ഗ്രഹണം സാധിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും പരിണിതപ്രജ്ഞനായിട്ടുള്ള ഒരു ഋഷി വര്യൻ്റെ അടുത്ത് നിന്ന് അത് കേൾക്കാൻ സാധിച്ചു. അപ്പോഴും നമ്മളിങ്ങനെ അതിനെ ഇൻറ്റേർണലൈസ് ചെയ്യുന്ന ഒരു ആദ്യത്തെ പോലൊരു സ്പർശമല്ലെങ്കിൽ പോലും ഇത് നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങി. ഈ വിവേകാനന്ദ സ്വാമി പറയുന്ന ഒരു മെറ്റഫറുണ്ട്. സ്വാമിജി വിദേശത്തായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വിദേശത്ത് ധാരാളം ശിഷ്യസമ്പത്തുണ്ട്, പ്രത്യേകിച്ചും സ്ത്രീകൾ. അപ്പോൾ അതിലൊരു സ്ത്രീ, അവർ വിദേശ വനിതയാണ്. അവർ സ്വാമിജിയോട് പറഞ്ഞു, അങ്ങനെ ഒരാളാണ് മാർഗരറ്റ് നോബിൾ, അറിയാമല്ലോ, സിസ്റ്റർ നിവേദിത. അപ്പോൾ അതുപോലെ കണ്ടെത്തിയ മറ്റൊരു ജം. അപ്പോൾ അവർ സ്വാമിജിയോട് പറഞ്ഞു, സ്വാമിജി, ഞാൻ ഈ ജീവിതം മടുത്തു, സ്പിരിച്വൽ ലൈഫിൽ ഞാൻ വലിയ മീനിങ് ഒന്നും കാണുന്നില്ല, എനിക്ക് തിരിച്ചു പോകണം, തിരിച്ചെൻ്റെ പഴയ ജീവിതത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞു. സ്വാമിജി അത് സമ്മതിച്ചു. കാര്യം ഇത് നിർബന്ധിച്ച് പിടിച്ചു നിർത്തേണ്ട സംഗതിയല്ലെന്ന് സ്വാമിജിക്ക് അറിയാം. പോകാൻ നേരത്ത് സ്വാമിജി പറയുന്ന ഒരു വാചകമുണ്ട്, മാഡം, യു ആർ നോട്ട് ബിറ്റൺ ബൈ എ വാട്ടർ സ്നേക്ക്. നിങ്ങളെ ദംശിച്ചതൊരു നീർക്കോലിയല്ല. യു ആർ ബിറ്റൺ ബൈ എ കിങ് കോബ്ര. നിങ്ങളെ ദംശിച്ചിരിക്കുന്നതൊരു അതന്നെ രാജവെമ്പാലയാണ്. രാജവെമ്പാലയുടെ ദംശനാണ് നിങ്ങൾ കേട്ടിരിക്കുന്നത്. നിങ്ങളിലത് പ്രവർത്തിക്കുക തന്നെ, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് സ്വാമിജി തമാശ രൂപേണ പറയും. ഞാൻ പിന്നെ വായിച്ചിരിക്കുന്നത്, ആ സ്ത്രീ തിരിച്ച് മടങ്ങിപ്പോയി ജീവിതത്തിലേക്ക് പുനഃപ്രവേശിച്ച് അവരുടെ അനുഭവങ്ങൾക്ക് ശേഷം അവർ ഈ പറഞ്ഞ പോലെ വിഷം പ്രവർത്തിച്ചല്ലോ, തിരിച്ച് സ്വാമിജിയുടെ അടുത്ത് തന്നെ വരും എന്നുള്ളത്. അപ്പോൾ അതുപോലെ നമ്മളെ ദംശിച്ചു കഴിഞ്ഞു. ഈ ദംശനം നമ്മൾ ഏറ്റുകഴിഞ്ഞു. ഇന്ത്യൻ തത്വചിന്തയുടെ അല്ലെങ്കിൽ ആധ്യാത്മികതയുടെ സംശുദ്ധമായ ആധ്യാത്മികതയുടെ ദംശനം നമ്മളിൽ ഏറ്റുകഴിഞ്ഞു. ഇനി നമ്മൾക്ക് അതിൽ നിന്നൊരു മടക്കയാത്രയില്ല, നിസ്സംശയം പറയാം. മടങ്ങിപ്പോകാൻ പറ്റില്ല. പൂർണ്ണമായൊരു മടക്കയാത്ര അസാധ്യമായിട്ടുള്ള ഒന്നാണ് ആധ്യാത്മികതയുടെ ദംശനമേൽക്കുക. അതിനെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറകിലോട്ട് പോകാൻ പറ്റില്ല. പിന്മടക്കം ഇല്ല. പിന്നെ കാര്യം ഒരു വചനം പറയുന്നത് ഇങ്ങനെയാണ്, അധികം നൽകിയവനിൽ നിന്ന് അധികം ചോദിക്കും എന്ന് പറയാം. അധികം നൽകിയവനിൽ നിന്ന് അധികം തിരിച്ചു ചോദിക്കും ജീവിതം. ഒട്ടും അനുഗ്രഹിക്കപ്പെടാത്ത ഒരാളിൽ നിന്ന് തിരിച്ചൊന്നും ചോദിക്കില്ല. അയാൾക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകും. പക്ഷേ ജീവിതം അനുഗ്രഹിച്ച് വിട്ട, ദംശിച്ച് വിട്ട ചിലരുണ്ട്. അവരിൽ നിന്നത് തിരികെ ചോദിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ അവർക്ക് ഇവിടെ കാഷ്വലായിട്ട് ജീവിക്കാൻ പറ്റില്ല. സാധാരണക്കാരെ അനുകരിച്ച് സാധാരണ ഒരു പാറ്റേണിൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. കാര്യം നമ്മൾ ദംശിക്കപ്പെട്ടവരാണ്. വാസ്തവത്തിൽ ഇതെന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ആ ആദ്യത്തെ, നിങ്ങൾ ശരീരമല്ല ആത്മാവാണ് എന്ന് പറയുന്ന ആദ്യത്തെ ദംശനം. നിങ്ങൾ ആത്മാവാണ്, അനശ്വരമായ ആത്മാവാണ്, മരണമില്ലാത്ത ആത്മാവാണ്, നിങ്ങളീ കാണുന്ന ശരീരമല്ല, നിങ്ങളുടെ കാണുന്ന വ്യക്തിത്വമല്ല എന്നുള്ള ശുദ്ധമായ സത്യം നമ്മൾ കേട്ടല്ലോ. അതിൽ നിന്ന് പിന്നെ നമുക്ക് പിന്മടക്കമില്ല, അതിൽ നിന്ന് നമുക്ക് മോചനമില്ല. പിന്നെ നമ്മൾ ഈ വ്യക്തിത്വമായിട്ട് ഇണങ്ങി പോകും എന്ന് മാത്രം. പക്ഷേ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും നമ്മൾ എപ്പോഴൊക്കെ ഇതുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് പോകുന്നു, അപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് അതിനെ ഇളക്കിക്കൊണ്ടിരിക്കും. ആ കംഫർട്ട് സോണിൽ നിന്ന് നമ്മളെ പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കും. അതിന് ഓരോരോരോ കാരണങ്ങളായിട്ട് നാടകീയമായി ജീവിതം സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. ആ തത്സമയം അത് മനസ്സിലാവില്ല. തത്സമയം നമ്മൾ കംഫർട്ടായിട്ടിരിക്കാൻ തന്നെ ശ്രമിക്കുകയുള്ളൂ. പക്ഷേ അങ്ങനെ കംഫർട്ടായിട്ടിരുന്നാലും ജീവിതം നമ്മളെ പുഷ് ചെയ്യും. അങ്ങനെ രാമകൃഷ്ണ മഠത്തിലെ എൻ്റെ ഒരു ഫോർമാറ്റിംഗ് ഇയേഴ്സ് രാമകൃഷ്ണ മഠത്തിൽ ചെലവഴിച്ചതിന് ശേഷം പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് എനിക്ക് മടങ്ങേണ്ടി വന്നു. പിന്നീട് ആണ് ജോലി കിട്ടുന്നത്, സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്. അവിടെ വെച്ച് ആണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒക്കെ ഉണ്ടായി ഒന്ന് സെറ്റിലായപ്പോഴാണ് ഞാൻ എൻ്റെ പഠനത്തിൻ്റെ ഉത്തരഘട്ടം ആരംഭിക്കുന്നത്. സെൽഫ് സ്റ്റഡിയുടെ നാളുകളായിരുന്നത്. ഇവിടെ
നമ്മൾ ഇന്ത്യൻ തത്വചിന്ത, ഭഗവത്ഗീതയും ഉപനിഷത്തും വായിക്കുന്നു. അതിനുശേഷമാണ് കൃഷ്ണമൂർത്തിയും ഓഷോയും പരിചയപ്പെടുന്നത്. അത് ഒരു തുറവി തന്നെയായിരുന്നു. ഖലീൽ ജിബ്രാൻ്റെ ഒരിക്കലും വായിച്ച് മനസ്സിലാകാതെ പോയൊരു പുസ്തകമുണ്ട്, പ്രവാചകൻ. ആദ്യം വായിച്ച് മനസ്സിലാകാതെ പോയ പുസ്തകം. ആ പുസ്തകം തുറന്നു നോക്കിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഓരോ പേജുകളും ഖനികളായിരുന്നു, സത്യം നൃത്തം ചെയ്യുന്ന ഖനികളായിരുന്നു. അതുപോലെ അറിഞ്ഞതിൽ നിന്നുള്ള മോചനം, കൃഷ്ണമൂർത്തിയുടെ. ഇതൊക്കെ വായിച്ച് മനസ്സിലാകുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്കുണ്ടായൊരു ആനന്ദം, മനോഹരമായൊരു അനുഭവമായിരുന്നു. ഒരിക്കൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വായിച്ച് മനസ്സിലാകാതെ മടക്കി തിരിച്ചു വെച്ച പുസ്തകങ്ങൾ തുറന്നു നോക്കുമ്പോൾ അത് നമ്മളോട് സംവദിക്കുന്നു, സ്നേഹപൂർവ്വം സംവദിക്കുന്നു. നമുക്ക് ആ ആശയങ്ങളുമായിട്ട് ഇണങ്ങിച്ചേരാൻ സാധിക്കുന്നു. എന്ന് മാത്രമല്ല, ഈ ആശയങ്ങൾ നമ്മുടെ ഉള്ളിലുള്ളതാണ്. ഓഷോ പറയുന്ന എല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. കൃഷ്ണമൂർത്തി പറയുന്ന എല്ലാം നമുക്ക് ആദ്യമായിട്ട് കേൾക്കുകയാണ്. പക്ഷേ ഇത് ആദ്യമായിട്ട് അല്ല നമ്മൾ അറിയുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ഈ എന്തോ ഒന്നിനെയാണ് ഇത് തൊടുന്നത്. ആദ്യമേ അവിടെയുള്ള എന്തോ ഒന്നിനെയാണ് അവൻ തൊടുന്നത്. അപ്പോൾ നമ്മൾ തന്നെ തിരിച്ചറിയാണ്, ഇങ്ങനൊരു സംഗതി ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ തന്നെയായിരുന്നു ഖലീൽ ജിബ്രാൻ്റെ വായന. അങ്ങനെയാണ് ഞാൻ ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് വായിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ജീസസ് ക്രൈസ്റ്റ്, രാമകൃഷ്ണ വചനാമൃതം, ഇതൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു കവിത അന്നത്തെ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ സച്ചിദാനന്ദൻ്റെ ആണെന്നാണ് എൻ്റെ ഓർമ്മ. ആ കവിത എന്നെ വല്ലാതെ സ്പർശിച്ചു. കവിത ആത്മീയതയുള്ളൊരു കവിതയായിരുന്നു, കരുണയുള്ളൊരു കവിതയായിരുന്നു. ഞാനത് വായിക്കാൻ ഈ കവിത, ഓരോ കവിതയും ഓരോ മനുഷ്യരോട് സംവദിക്കുന്ന വിവിധ രീതിയിലാണ്. എഴുതുന്ന ആൾക്ക് പോലും പിന്നീട് അതിനകത്ത് സ്വാതന്ത്ര്യം ഇല്ല, പിന്നീട് വായനക്കാരൻ്റെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ആ കവിത ഇങ്ങനെയാണ്. ഗലീലി എന്നാണ് ആ കവിതയുടെ പേര്. ഒടിച്ചുകുത്തിപ്പൂക്കൾ നിറഞ്ഞ ഒരു കുന്നിൻ ചെരുവിലായിരുന്നു അവൻ്റെ വീട്. ഒരു കാലത്തെ കവിതകൾ ഇങ്ങനെയായിരുന്നു, ഗദ്യ കവിതകളാണ്. വായിച്ചു പോകണം. പക്ഷേ നമ്മളോട് ഹൃദയത്തോടെ ഏറ്റവും സംവദിക്കുന്നത് ഗദ്യ കവിതകളാണ്. അത് ഗോതമ്പ് മണികളൊക്കെ അങ്ങനെ തന്നെ. ഒടിച്ചുകുത്തിപ്പൂക്കൾ നിറഞ്ഞ ഒരു കുന്നിൻ ചെരുവിലായിരുന്നു അവൻ്റെ വീട്. അവൻ്റെ കുടമണിയുടെ കിലുക്കം കേട്ട് മേഘങ്ങൾ ചുവന്നിരുന്നു. പെട്ടെന്നായിരുന്നു മഴയുടെ താരാട്ടിൽ അവൻ നീളം വെച്ചത്, ചില കാട്ടുമരങ്ങളെപ്പോലെ. പാൽമണം മാറും മുമ്പേ അവന് മുന്നിൽ നിന്ന് ഒരു കയർ, ഒരു കത്തി, ഒരു കൊളുത്ത്, വായ മൂടിക്കെട്ടിയിരുന്നു, തൂക്കുമരത്തിലേക്കെന്ന പോലെ. അവൻ്റെ കരച്ചിൽ ദൈവത്തെ അസ്വസ്ഥനാക്കിക്കൂടാ. ആ കണ്ണുകളിലെ ആകാശം എനിക്ക് സഹിക്കാനായില്ല. കുളമ്പുകളിൽ വിങ്ങി നിന്ന തുള്ളിച്ചാട്ടവും. അവർ കയർ വലിച്ചപ്പോൾ അവൻ ഒരു ഓടക്കുഴൽ നാദം കേട്ടു. അമ്മയുടെ അകട്ടിലേക്കെന്ന പോലെ അവൻ ശിരസ് നീട്ടി. അവരത് തണുത്ത കല്ലിൽ ചേർത്ത് വെച്ചു. ഞങ്ങൾ കണ്ണുകളടച്ചു. സ്വർഗത്തിൻ്റെ അന്ധത ഞങ്ങളെ പൊതിഞ്ഞു. അവൻ്റെ രക്തമിറ്റുന്ന ശിരസിനകത്ത് ഞാൻ കണ്ടു വേനലിൽ പരന്നു കിടന്ന ഒരു പച്ച മൈതാനം. അതിൽ നക്ഷത്രങ്ങൾ പോലെ വെളുത്ത ആട്ടിൻപറ്റം. ആടുകൾക്ക് നടുവിൽ നീണ്ട മുടിയുമായി അർദ്ധനഗ്നനായ ഒരു മെലിഞ്ഞ യുവാവ്. 5 മുറിവുകൾ എൻ്റെ ഉടലിൽ. ഇങ്ങനെയാണ് ആ കവിത അവസാനിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എഴുതുന്ന ആൾ ഉദ്ദേശിക്കുന്നതാവണം കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം എന്നൊന്നുമില്ല. ഇതിലെ 2-3 ബിംബങ്ങൾ എന്നെ ഡീപ്പായിട്ട് ഹോണ്ട് ചെയ്തു. ഒരു ബിംബം, ഈ നിഷ്കളങ്കനായ ആട്ടിൻ കുഞ്ഞിനെ കൊല്ലാനായിട്ട് കയറ് വലിക്കുമ്പോൾ അവൻ കേൾക്കുന്നതൊരു പുല്ലാങ്കുഴൽ നാദമാണ്. രണ്ടാമത് ഇവർ കണ്ടു എന്ന് പറയുന്ന ഒരു ബിംബമുണ്ട്, കറുത്ത. അതെ, ഇവൻ്റെ ചോര ഇറ്റുന്ന ശിരസിനുള്ളിൽ ഒരു പുൽമേടും ആട്ടിൻപറ്റവും. അവിടെ അവരൊരു യുവാവിനെ കണ്ടു, അർദ്ധനഗ്നനായ മെലിഞ്ഞ ഒരു യുവാവ്. ഇതിൻ്റെ പേര് ഗലീലി എന്നായതുകൊണ്ടും ഒടുവിൽ 5 മുറിവുകൾ എൻ്റെ ഉടലിൽ വന്നു എന്നതുകൊണ്ടും ഇത് ക്രൈസ്റ്റാണ് എന്ന് നമുക്ക് അനുമാനിക്കാം.
ഞാൻ ഇതിന് പുതിയൊരു ഇൻ്റർപ്രിട്ടേഷൻ കൊടുത്തു. ക്രൈസ്റ്റാണ്, സമ്മതിച്ചു. ഓടക്കുഴൽ നാദം കേട്ടിരിക്കുന്നു. അർദ്ധനഗ്നനാണ് ക്രൈസ്റ്റ്, അർദ്ധനഗ്നനല്ല. അല്ല, ക്രൈസ്റ്റ് കംപ്ലീറ്റ് കവർ ചെയ്യുന്നത് അവരുടെ വേഷം. അദ്ദേഹം റബ്ബിയാണ്, ഗുരുവാണ്. അർദ്ധനഗ്നനായി മുടി നീട്ടി വളർത്തിയൊരു യുവാവ്, പുല്ലാങ്കുഴൽ നാദം. ഒന്നും പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ എൻ്റെ മുമ്പിൽ വെച്ച് ക്രിസ്തുവും കൃഷ്ണനും അലിഞ്ഞൊന്നു ചേരുകയാണ്. അതൊന്നും എൻ്റെ തീരുമാനമൊന്നുമല്ല. ഇത് വായിച്ച നിമിഷം 2006-ലോ 2007-ലോ ഈ കവിത വരുന്നത്. ഇത് വായിച്ച നിമിഷം ഇനി എനിക്ക് കൃഷ്ണനും ക്രിസ്തുവും രണ്ടല്ല. അവർക്കിടയിൽ ഇനി അതൊരു സംഗമം നടന്നു കഴിഞ്ഞു, ത്രിവേണി സംഗമം പോലെ. അല്ലെങ്കിൽ പിന്നെ അതിനെ എനിക്ക് വേർതിരിച്ചറിയാൻ പറ്റാതായി. എവിടെയാണ് ക്രൈസ്റ്റ് അവസാനിക്കുന്നത്, എവിടെയാണ് കൃഷ്ണൻ ആരംഭിക്കുന്നത്, എവിടെയാണ് മതങ്ങളുടെ വേലിക്കെട്ടുകൾ വരച്ചു വച്ചിരിക്കുന്നത്, അതൊന്നും കാണാൻ പറ്റുന്നില്ല. ഇവർ രണ്ടും കൂടെ അങ്ങോട്ട് ഒന്നാവുകയാണ്. വാസ്തവത്തിൽ ഈ ഒന്നാവുക എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്ന ആ ഒരു പോയിൻ്റ് ഞാൻ കണ്ടെത്താണ്. എനിക്ക് നിൽക്കാൻ പറ്റിയൊരു പോയിൻ്റ്, സകലതിനെയും കോർത്തിണക്കുന്നൊരു പോയിൻ്റ്. ആ പോയിന്റിലേക്ക് ആനയിച്ചത് ഈ ഗലീലി എന്ന് പറയുന്ന കവിതയാണ്. അന്ന് എനിക്ക് അറിയാതെ വന്നതാണ്. ഒരു ചെസ് എഞ്ചിനിൽ കളിക്കാൻ, ഫ്രിറ്റ്സ് എന്ന് പറയുന്ന ഒരു ചെസ് എഞ്ചിനിൽ കളിക്കാൻ കയറിയപ്പോൾ അവർ ഫസ്റ്റ് നെയിം പീയൂഷ് എന്ന് ചോദിച്ചു, ലാസ്റ്റ് നെയിം ചോദിച്ചു. എന്ത് കൊടുക്കണമെന്ന് എനിക്കറിയില്ല. ജി എന്നൊക്കെ സാധാരണ കൊടുക്കാറുണ്ട്, പക്ഷേ എനിക്കൊരു പുതിയ എന്തെങ്കിലും കൊടുക്കണമെന്ന് തോന്നി. കാര്യം ഒരു എലാബറേഷൻ വേണമല്ലോ. സ്പോണ്ടേനിയസ് ആയിട്ട് ഞാൻ കൊടുത്തു ക്രിസ്. ഒരു സെർച്ച് എഞ്ചിന് കൊടുത്ത പേരാണത്, ഫ്രിറ്റ്സ് എന്ന് പറയുന്നത്, പീയൂഷ് ക്രിസ്. ഈ ക്രിസ് എന്ന് പറഞ്ഞാൽ കൃഷ്ണനാണ്, ഈ ക്രിസ് എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റാണ്, ഈ മെലിഞ്ഞ യുവാവാണ്. ആരാണെന്ന് സ്പഷ്ടമായി പറയാത്ത ഈ മെലിഞ്ഞ യുവാവില്ലേ, കരുണ നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ നമ്മുടെ മുമ്പിലേക്ക് വന്ന ആ മെലിഞ്ഞ യുവാവ് ക്രിസ് ജനിക്കുകയാണ് അവിടെ വെച്ച്. അങ്ങനെയാണ് ഞാൻ ആ പേര് അഡോപ്റ്റ് ചെയ്തത്. പിന്നീട് അതിനുശേഷം ഓർക്കുട്ട് വന്നു. ഓർക്കുട്ട് വന്നപ്പോൾ നമുക്ക് സ്വയം പേരിടാൻ പറ്റുന്ന അവസരങ്ങളാണിതെല്ലാം. അല്ലെങ്കിൽ നമ്മൾക്ക് ഏറ്റവും പ്രിയങ്കരമായ ഒരു സംഗതി നമ്മളല്ല ചോയ്സ്, നമ്മുടെ ചോയ്സ് അല്ല അത്. ഒരുപക്ഷെ നമുക്ക് മറ്റൊന്നും തിരഞ്ഞെടുക്കാൻ സാധിച്ചില്ലെങ്കിലും സ്വന്തം പേര് നമുക്ക് തിരഞ്ഞെടുക്കാം. പിന്നീട് രണ്ടാമതൊരു പുനർനാമം ചെയ്യാം. ഒരുപക്ഷെ അത് സ്പിരിച്വലായൊരു കർമ്മം കൂടിയാണ്. സ്പിരിച്വലായിട്ട് നമ്മൾ കാണാറില്ലേ, ബ്രഹ്മചര്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു പേര് കൊടുക്കും, അതിനുശേഷം സന്യാസം എടുക്കുമ്പോൾ വീണ്ടും പുതിയൊരു പേര്. അതുപോലെ സ്വീകരിച്ചൊരു പേരാണ്. പിന്നീട് ഓർക്കുട്ട് വന്നപ്പം പീയൂഷ് ക്രിസ് എ ഡോൺ സെറീൻ എന്ന് പറഞ്ഞൊരു പേരാണ് അവിടുത്തെ. അതിനുശേഷം ഫേസ്ബുക്ക് വരുമ്പോഴും അതേ പേരിൽ തുടരുവാണ്. അതിനെന്തോ ഒരു മാന്ത്രികതയുണ്ട്, എൻ്റെ ആത്മാവിൻ്റെ ഒരു സ്പർശം അതിലുണ്ട്. ആ പേരിനെ എനിക്ക് ഉപേക്ഷിക്കാൻ വയ്യ. ആ പേര് എന്നെ തന്നെ വെളിപ്പെടുത്തുന്നത് പോലെ എനിക്ക് തോന്നുന്നു. പീയൂഷ് കൃഷ്ണനാണോ എന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. പീയൂഷ് ക്രൈസ്റ്റ് എന്നാണെന്ന് ചോദിച്ചു, യെസ് അതാന്ന് പറഞ്ഞു. ക്രിസ് എന്നുള്ള പേര് വാസ്തവത്തിൽ ഒരുപാട് വെസ്റ്റേണേഴ്സ് അവരുടെ ലാസ്റ്റ് സർനെയിമായിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ആ പേര് വന്നതും അതേപോലെ ആ യാത്രയുടെ ഒരു ആരംഭവും ഈ പേരിൻ്റെ ഒരു തിരഞ്ഞെടുപ്പും എല്ലാം അങ്ങനെ സംഭവിച്ചതാണ്. ഈ 3 ബുക്കുകൾ തന്നു വായിക്കാൻ ഇടയായി എന്ന് പറയുന്നത്, ഈ 3ഉം ഇപ്പോൾ ജലീൽ ജിബ്രാൻ്റെ പ്രവാചകനായാലും ഇപ്പം ഭഗവത്ഗീത അറിഞ്ഞതിൽ നിന്നുള്ള മോചനം, അതെ, അത് ജെകെയുടെ ജയകൃഷ്ണമൂർത്തിയിലെ. അപ്പോൾ ഇവർ 3 പേരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേദാന്ത 3 ബുക്കും ആ ഒരു കോൺസെപ്റ്റിൽ എടുക്കുകയാണെങ്കിൽ, സത്യമായിട്ടും പറയാം, അല്ല അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഒരു വേദാന്ത അല്ലേ, ഒരു ഈവൻ ദോ നിങ്ങളൊരു താന്ത്രിക് ബാക്ക്ഗ്രൗണ്ടിലൂടെയൊക്കെ നമ്മളൊക്കെ അങ്ങനെയാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ആദ്യം സ്പർശിക്കപ്പെടുന്നത് നമ്മൾ അമ്പലം, അല്ലെങ്കിൽ പ്രത്യേകിച്ചും കേരളത്തിൽ ഒരുപക്ഷെ ഇന്ത്യ എവിടെ നോക്കിയാലും അങ്ങനെ തന്നെയാണ്. ക്ഷേത്രതന്ത്രമാണ് നമ്മൾ ഏറ്റവും ആശ്രയിക്കുന്നതും ഏറ്റവും സംശയിക്കപ്പെടുന്നതും. നേരത്തെ പറഞ്ഞ പോലെ നമ്മളിലുള്ള ഒരു സംശയം തോന്നിപ്പിക്കുന്നതും തന്ത്രയിലൂടെ പോകണം, രണ്ടും ഇതിൻ്റെ ഭാഗം. പക്ഷെ അങ്ങേക്ക് ഈ വേദാന്ത ദർശനത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും വായിക്കാൻ കിട്ടുന്നത് ഈ 3 ബുക്കാണ്. അപ്പോൾ അവിടുന്ന് ഈ ഒരു മാനുഷികതയിലേക്ക്, അല്ലെങ്കിൽ ഒരു മനുഷ്യനായി വളർന്നു വരിക എന്ന് പറയും. പല സ്ഥലങ്ങളിൽ ഇപ്പോൾ എന്താ പറയുക, ആശ്രമത്തിൽ പോയി അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോഴാണല്ലോ ഒരു ദർശനം നമുക്ക് വരുന്നത്. അതുകൊണ്ടാണല്ലോ ഈ വാരികൾ വായിക്കുമ്പോൾ പിന്നീട് മനസ്സിലായി എന്ന് പറയുന്നത്. ആ ദർശനം ഉള്ളിൽ ഒളിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ആ വിഷത്തിനേക്കാൾ ഉപരി നമ്മൾ പറയുകയാണെങ്കിൽ ആ ഒരു വികാരം, ഒരു സന്തോഷം നമ്മുടെ ശരീരത്തിൽ വന്നു. അത് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ
പിന്നീട് നമ്മളത് രുചിക്കാൻ നമുക്കെപ്പോഴും ഉണ്ടാവും. അപ്പോൾ അങ്ങയുടെ സംഭാഷണത്തിൽ എപ്പോഴും പറയുന്ന ഞാൻ സംസാരിക്കുമ്പോൾ എപ്പോഴും പറയാറുണ്ടല്ലോ, ഞാനൊരു പശുവാണ്. ആ പശു ഇനിയും ഒരു പുൽമേട് കണ്ട അവസ്ഥയിലാണ്. ഇപ്പം ഒരു ജോലി അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം കെട്ടിയിട്ട പശു പുൽമേട് കാണുന്നത് പോലെ. അതെ, കെട്ടിയിട്ട പശു പുൽമേട് കാണുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ വേദാന്തത്തിൻ്റെ ഒരു യാത്ര എങ്ങനെയാണ് അങ്ങേക്ക്? ഇപ്പം അതിൻ്റെ ഒരു ഇനീഷ്യൽ കാര്യം അങ്ങ് പറഞ്ഞു, പക്ഷേ ക്രിസ് ആയതും അങ്ങ് പറഞ്ഞു. പക്ഷേ ആ വേദാന്ത യാത്ര എങ്ങനെയാണ്, അല്ലെങ്കിൽ അങ്ങ് വേദാന്തത്തിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വേദാന്തത്തിലേക്കുള്ള യാത്ര പറയാം. യാത്ര തുടങ്ങുന്ന നിമിഷങ്ങൾ ഞാൻ പറഞ്ഞു, അതിൻ്റെ ആദ്യ സ്പർശങ്ങൾ. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ 2 ജം ഓഫ് എ പേഴ്സൺ എന്ന് പറയുന്ന 2 മനുഷ്യരെ ഞാൻ പരിചയപ്പെട്ടു യാദൃശ്ചികമായിട്ട്. അതിലൊരാൾ എൻ്റെ വീടിനടുത്ത് തന്നെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. പക്ഷേ വർഷങ്ങളോളം ഞങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ 2 ഏജ് ഗ്രൂപ്പാണ്. അപ്പോൾ ആ മനുഷ്യനെ പരിചയപ്പെട്ടു. പരിചയപ്പെടുന്നത് തന്നെ വളരെ രസകരമായൊരു സിറ്റുവേഷനിലാണ്. ഞങ്ങൾ ഒരു തിയേറ്ററിൽ സിനിമ കാണുമായിരുന്നു. ഞങ്ങൾ 2 പേരും ആ തിയേറ്ററിലുണ്ട്, പക്ഷെ പരസ്പരം അറിയുമൊന്നുമില്ല. അത് സേവിങ് ദ പ്രൈവറ്റ് റിയാൻ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ഫിലിമാണ്. സെക്കൻഡ് വേൾഡ് വാറിനെ ബേസ് ചെയ്തിട്ടുള്ള. അപ്പോൾ ഞാൻ മലയാളം മീഡിയ ആയതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് ഒന്നും മനസ്സിലാവില്ല, പക്ഷേ ഒറ്റ ഇംഗ്ലീഷ് പടം വിടാതെ കാണുകയും ചെയ്യും. അതിനോടുള്ള ഒരു അട്രാക്ഷൻ അതാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കെ എനിക്ക് മുമ്പിലായിട്ട് ഇവരിരിപ്പുണ്ട്. ഈ പറയുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേര് ഇസ്മയിൽ മുഹമ്മദ് സഫീർ എന്നാണ്. EMS എന്ന് ഞാൻ വിളിക്കും, ഇസ്മയിൽ മുഹമ്മദ് സഫീർ. അപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്ന് ഈ സിനിമയുടെ കഥ തൻ്റെ സുഹൃത്തിന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. ഓരോ സംഭാഷണവും അദ്ദേഹം മലയാളത്തിലാക്കി ഇയാൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് തോന്നി, കൊള്ളാമല്ലോ, ഇംഗ്ലീഷ് ഇത്രയും മനോഹരമായി മനസ്സിലാക്കി നല്ല ഭാഷയിൽ തൻ്റെ സുഹൃത്തിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തി അവിടെ ഇരിക്കുന്നു. ഇൻ്റർവെൽ സമയത്താണ് ഞാൻ ഇവരെ ശരിക്കും ഫേസ് കാണുന്നത്. അപ്പം 2 പേരെ എനിക്ക് പരിചയമുണ്ട്. അവിടെ വെച്ച് ഞാൻ ഈ മനുഷ്യനെ പരിചയപ്പെട്ടിട്ട് പറഞ്ഞു, ഏതാണ്ട് ഇതേ ഒരു സാഹചര്യം ടി പത്മനാഭൻ്റെ പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന് പറഞ്ഞ ചെറുകഥയിലുണ്ട്. ഇതേ സാഹചര്യം. ഒരു മനുഷ്യനോട് ഒരു പെൺകുട്ടി വന്ന് സിനിമയുടെ കഥ ചോദിക്കും. ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ കയറിയ മനുഷ്യനാണ്. സിനിമ കണ്ടിട്ട് വൈകുന്നേരം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തിയേറ്ററിനകത്ത് കയറിയിരുന്ന മനുഷ്യനാണ്. ഈ പെൺകുട്ടി കഥ ചോദിക്കുന്നതോടുകൂടി അയാൾക്ക് മനസ്സിലായി തൻ്റെ ജീവിതത്തിനൊരു പർപ്പസ് ഉണ്ടെന്ന്. അങ്ങനെ ആത്മഹത്യാ ശ്രമത്തിൽ നിന്ന് പിന്തിരിയുന്ന ഒരു മനോഹരമായ കഥയാണത്. ആ കഥ പേർത്തും വായിക്കേണ്ട ഒരു കഥയാണ്. അപ്പോൾ ഏതാണ്ട് അതുപോലൊരു അനുഭവം. ഞാൻ ഈ അദ്ദേഹത്തെ പോയി പരിചയപ്പെട്ടു. അപ്പോൾ വീടിനടുത്താണെന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞു, എനിക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരുമെന്ന് ചോദിച്ചു. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുമെന്ന് ചോദിച്ചു. പുള്ളി അത് ഹോൾ ഹാർട്ടഡ്ലി അത് സമ്മതിച്ചു. അങ്ങനെ ഈ മനുഷ്യൻ്റെ വീട്ടിൽ, ഈ സഫീറിൻ്റെ വീട്ടിൽ ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ ചെല്ലുകയാണ്. ആദ്യത്തെ കുറച്ച് നാൾ ഇംഗ്ലീഷ് പഠനം മാത്രമായിരുന്നു, വളരെ ഫോർമലായിട്ടുള്ള ഇംഗ്ലീഷ് പഠനമായിരുന്നു. അദ്ദേഹം ഒരു ബെസ്റ്റ് ടീച്ചറാണ്. പക്ഷേ അധിക നാൾ ഞങ്ങളുടെ പഠനം നീണ്ടു നിന്നില്ല. ഞങ്ങൾ സ്റ്റുഡൻ്റ് ആൻഡ് ടീച്ചർ എന്നുള്ള ബന്ധം വളരെ പെട്ടെന്ന് സൗഹൃദത്തിലേക്ക് മാറി. അതോടുകൂടി ഇംഗ്ലീഷൊക്കെ മറന്നു. പിന്നെ ഞങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. ഇദ്ദേഹത്തിന് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആ പരിസരത്തൊന്നും ഒരു മനുഷ്യനില്ല. ഇദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഇദ്ദേഹം ഓടുകൊണ്ടാണ്. ഇദ്ദേഹം ഉൾപ്പെടുന്ന ആ ഒരു കമ്മ്യൂണിറ്റി, അദ്ദേഹം പള്ളിയിൽ പോവില്ല, അദ്ദേഹം അങ്ങനെ നിസ്കരിക്കില്ല. ഇതൊക്കെ വളരെ എന്താ പറയുക, അവരുടെ കുടുംബത്തിലൊക്കെ വലിയ പ്രശ്നമാണിത്. ആ ചുറ്റുവട്ടത്തും അദ്ദേഹത്തെ നോക്കിക്കാണുന്നത് തലയ്ക്ക് നല്ല സുഖമില്ലാത്ത ഒരാളെന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇയാൾ നിൽക്കുന്നത്, ഇയാളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇയാൾ ഒരു കോൺഫ്ലിക്റ്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ലൈഫിൻ്റെ ഡീപ്പായിട്ടുള്ള മീനിങ് തേടിക്കൊണ്ടിരിക്കുന്നൊരു മനുഷ്യനാണ് ഈ സഫീർ. അദ്ദേഹത്തിൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഒരു മിനി ലൈബ്രറിയാണ്, ഒരു ലൈബ്രറി തന്നെയാണ്. അദ്ദേഹം വായിക്കുന്ന പുസ്തകശേഖരം കണ്ട് ഞാൻ അമ്പരന്ന് നിന്നുപോയി. അച്ഛൻ്റെ പുസ്തകശേഖരത്തെക്കാൾ വലിയൊരു പുസ്തകശേഖരം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അവിടെയാണ് ഞാൻ ഈ ഓഷോയുടെ പുസ്തകങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ആ സഫീറിൻ്റെ ഉമ്മ എൻ്റെ അടുത്ത് വന്ന് പറയും, ഒരു വെള്ളത്താടിയുള്ള അപ്പൂപ്പനെയും വായിച്ചുകൊണ്ടിരിക്കലാണ് എൻ്റെ മോൻ്റെ ജോലി. വെള്ളത്താടിയുള്ള അപ്പൂപ്പൻ. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം വളർന്നു. സഫീറിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു. സഫീർ ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. പക്ഷേ അവിടെ പരിസരത്താർക്കും അദ്ദേഹത്തിൻ്റെ വാല്യൂ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന് സെലക്റ്റഡ് ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ അതൊക്കെ ആ സ്ഥലത്തല്ല. അദ്ദേഹം ഒരു പക്ഷേ കൊല്ലം ടൗണിൽ ചെന്ന് കഴിഞ്ഞാൽ, ലൈബ്രറിയിൽ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നല്ല സുഹൃത്തുക്കളുണ്ട്. തിരുവനന്തപുരത്ത് പോയാൽ അദ്ദേഹത്തിന് നല്ല സൗഹൃദങ്ങളുണ്ട്. അന്നത്തെ ഒരുമാതിരിപ്പെട്ട എല്ലാ റൈറ്റേഴ്സുമായിട്ട് അദ്ദേഹത്തിൻ്റെ ബന്ധമുണ്ട്. എം മുകുന്ദനുമായിട്ടും
സച്ചിദാനന്ദൻ ആയിട്ടും ഇവരൊക്കെ ആയിട്ട് കത്തിടപാടുകളുണ്ട്. ആനന്ദുമായിട്ട്. അദ്ദേഹം ഒരു എന്താ പറയുക, ഒരു ഇൻ്റലക്ച്വലാണ്. പക്ഷേ പരിസരത്തുള്ള മനുഷ്യർക്കാർക്ക് ഇദ്ദേഹത്തിൻ്റെ വാല്യൂ അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ ഒരു നിധി പോലെ കണ്ടെത്തുകയാണ്. ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷനും തുടങ്ങി. അപ്പോഴാണ് ഈ ഓഷോയും കൃഷ്ണമൂർത്തിയുടെയും പുസ്തകങ്ങളുടെ വലിയ ശേഖരം അവിടെ കണ്ടു. ചിലപ്പോഴൊക്കെ അദ്ദേഹം അത് വായിച്ച് എനിക്ക് മുനിനാരായണ പ്രസാദിൻ്റെ പൂർണ്ണജനനം ഇങ്ങനെയുള്ള വേദാന്ത പുസ്തകങ്ങൾ അദ്ദേഹം വായിച്ചിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്ത് തരും. അങ്ങനെ ഞങ്ങളുടെ ഇംഗ്ലീഷ് പഠനം പതുക്കെ വേദാന്ത പഠനമായി മാറി. പിന്നീട് ഞങ്ങൾ ദീർഘമായ വൈകുന്നേരങ്ങളിൽ ദീർഘമായ നടത്തത്തിന് പോകും. ഒരു ദിവസം അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഞങ്ങളൊരു പാടത്ത്, അത് നല്ലൊരു ഗ്രാമമാണ് ഞങ്ങളുടേത്. ചന്ദനത്തോപ്പും പരിസരവും വളരെ മനോഹരമായ ഗ്രാമങ്ങളാണ്. വലിയ വലിയ പാടശേഖരങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ പാടത്തുകൂടെ ലക്ഷ്യമില്ലാതെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. മഴ വന്നു. മഴ പെയ്തില്ല. മഴയ്ക്ക് മുമ്പുള്ളൊരു സമയമുണ്ടല്ലോ, കാറ്റ് മൂടിക്കെട്ടിയ അന്തരീക്ഷം, സന്ധ്യാസമയമാണ്. ഈ സമയത്ത് കുറേ കൊറ്റികൾ ഇങ്ങനെ പറന്നുപോയി ആകാശത്തിലൂടെ. അപ്പോൾ സഫീർ എൻ്റെ അടുത്ത് പറഞ്ഞു, അത് കണ്ടോ ആ കാഴ്ച? ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് സമാധി ഉണ്ടായത് ഈ കാഴ്ച കണ്ടപ്പോഴാണ്. എനിക്ക് കണ്ണു നിറയാൻ തുടങ്ങി. എന്താ കാരണമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ചു, എന്താണ് ആ സംഭവം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, രാമകൃഷ്ണ പരമഹംസർക്ക് 12 വയസ്സുള്ളപ്പോൾ അദ്ദേഹം മലരും കുറിച്ചുകൊണ്ട് പാടത്തൂടെ നടക്കുകയാണ് വൈകുന്നേരം. ഈ സമയത്ത് മഴ പെയ്യാൻ പോകുന്നു. പെട്ടെന്ന്, കൽക്കട്ടയിൽ അങ്ങനെയാണ്, ബംഗാളിൽ അങ്ങനെയാണ്, വളരെ പെട്ടെന്നാണ് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്നത്, കേരളത്തിലെ പോലെയല്ല. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കാർമേഘങ്ങൾ വന്ന് ആകാശം മൂടുന്നു. നാടകീയമായിട്ട് ഒരു നാടകത്തിലെ രംഗം മാറുന്നത് പോലെ വെയിലിൽ നിന്ന് പെട്ടെന്ന് മഴയിലേക്ക് പ്രവേശിക്കുകയാണ്. കറുത്ത മേഘങ്ങൾ വന്ന് മൂടുന്നു ആകാശത്തെ. ആ കറുപ്പിനെ പശ്ചാത്തലമാക്കിക്കൊണ്ട് വെളുത്ത കൊറ്റികൾ പറക്കുമ്പോൾ ഈ സൂര്യൻ്റെ പോക്കുവെയിലടിച്ച് ഈ കൊറ്റികൾ വെട്ടിത്തിളങ്ങുന്നൊരു ദൃശ്യം. പിന്നീട് ഞാൻ ഓഷോ വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓഷോ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. ആ കൊറ്റികളെ കണ്ടപ്പോൾ ഗദാധരൻ്റെ ഉള്ളിലുണ്ടായ വികാരം എന്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നു ഓഷോ പറയുന്നു. ആ കൊറ്റികളെപ്പോലെ പറന്നുയരൂ ഗദാധര എന്ന് ദൈവം പറയുകയാണ്. ദൈവം പറയുകയാണ്, ഗദാധര, നീ ഇങ്ങനെ മലരും കുറിച്ച് നടക്കേണ്ടവനല്ല ഭൂമിയിലൂടെ. ഈ കൊറ്റികളെപ്പോലെ ആകാശത്തിലേക്ക്, വിണ്ണിലേക്ക് പറന്നുയർന്നു വാ വാ വിളിക്കുകയാണ്. 12 വയസ്സുള്ള ഗദാധരൻ മൂർച്ഛിച്ച് വീഴുകയാണ്. അതിൻ്റെ ആദ്യത്തെ ദൈവത്തിൻ്റെ ആഘാതം താങ്ങാനാവാതെ ഗദാധരൻ മൂർച്ഛിച്ച് വീണു ആ വരമ്പത്ത്. മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോഹനസുന്ദരമായ, ആധ്യാത്മിക ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോഹനസുന്ദരമായ ഒരു നിമിഷത്തെ അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞു തരികയാണ് എനിക്ക്, ആകാശത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട്. ഞാൻ സ്തബ്ധനായി നിന്ന് കേൾക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഒരു തമാശ രൂപേണ പറഞ്ഞു, ഈ കൊറ്റികൾ വന്ന് തലക്കടിച്ചാലും ദൈവമേ നമുക്കൊന്നും സമാധി ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം ഉറക്കെ പൊട്ടിച്ചിരിക്കുകയാണ്. ഞാനും പൊട്ടിച്ചിരിച്ചു. പക്ഷേ എൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് തറഞ്ഞു കയറി. അന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ പറ്റില്ല, ആ സായന്തനം. ഇത് എന്നെ വീണ്ടും ആധ്യാത്മികതയിലേക്ക്, അപ്പോഴാണ് എന്നിലെ ആധ്യാത്മികതയുടെ സ്ഫുലിംഗം ഒന്നുകൂടെ കത്തി. കടിച്ച പാമ്പല വേഷം അത് വീണ്ടും പ്രവർത്തിച്ചു. ഞാൻ വീണ്ടും ഇദ്ദേഹത്തോട് അത്തരം വിഷയങ്ങളായി ഞങ്ങളുടെ സംഭാഷണത്തിൽ. അങ്ങനെ വേദാന്തത്തിലേക്ക് ഞാൻ വീണ്ടും പ്രവേശിക്കുകയാണ്. ഒരുപക്ഷെ ഞാൻ പരിചയപ്പെട്ട യൂണിവേഴ്സിറ്റികളാണതെല്ലാം. സമാന്തരമായിട്ട് ഞാൻ പരിചയപ്പെട്ട യൂണിവേഴ്സിറ്റികളാണ് ഇത്തരം മനുഷ്യർ. പക്ഷേ ഒരു ഏകദൈവ വിശ്വാസികളായിട്ടുള്ള ഇവർക്ക് ഇത്രയും ഈസി ആയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളത് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടില്ലേ? ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അത് എത്രത്തോളം റെയറസ്റ്റ് ഓഫ് റെയർ എക്സ്പീരിയൻസ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അന്നതിനകത്ത് എനിക്കൊരു പ്രത്യേകതയൊന്നും തോന്നിയില്ല. ഒരാൾ പറഞ്ഞു, അന്ന് നമുക്ക് ഈ മതങ്ങളെ ഒന്നും വേർതിരിച്ച് കൃത്യമായിട്ട് നമുക്കൊന്നും അറിയില്ല എന്നുള്ളതാണ് സത്യം. നമ്മളുടെ ഉള്ളിൽ അത്രയും ഡിവിഷനൊന്നും ഇല്ല. നമ്മളൊരു ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കാണുന്ന ഒരു സ്പിരിറ്റ് മാത്രമേ നമ്മുടെ ഉള്ളിലുള്ളൂ, കൂടിപ്പോയാൽ. അതിനപ്പുറത്തേക്ക് ഈ മതങ്ങളുടെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് എന്താണ്, ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ്, വ്യത്യസ്ത മതങ്ങൾ ഈ ലോകത്തുണ്ടാക്കുന്ന ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് യാതൊരു ധാരണയില്ല. പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കറിയാം ആ മനുഷ്യൻ അനുഭവിച്ച സ്ട്രഗിൾ എന്തൊക്കെയാണ്, സ്വന്തം കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ ഒറ്റപ്പെടുമ്പോൾ അനുഭവിക്കുന്ന ഏകാന്തത എത്രത്തോളമായിരിക്കും എന്നൊക്കെ എനിക്ക് ഇന്നത് മനസ്സിലാക്കാൻ, ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. അന്ന് പക്ഷേ എനിക്കതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ രണ്ടാമത്തെ യൂണിവേഴ്സിറ്റിയെ പരിചയപ്പെടുന്നതിൻ്റെ ഒരു നിദാനവും ഈ മനുഷ്യൻ തന്നെയായിരുന്നു. അതും വീടിനടുത്ത് തന്നെയുള്ള
ഒരിക്കൽ സഫീർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, പീയൂഷ് വരൂ, നമുക്കൊരു മനുഷ്യനെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ സഫീർ ഒരിക്കലും മോശമായിട്ടുള്ള, സഫീർ പരിചയപ്പെടുത്തി തരുന്നതോ ആനയിക്കുന്നതോ ഒന്നും മോശമാകില്ല എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് നമ്മൾ അന്ധമായി പിന്തുടരും. പൂർണ്ണ വിശ്വാസമാണ്. അങ്ങനെ ഞങ്ങളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ എന്നെ ആ വീട് ആകർഷിച്ചു. വീടിൻ്റെ വിളിച്ച കേൾക്കുന്ന ദൂരമേ ഉള്ളൂ, ഞാൻ ഒരിക്കലും പോയിട്ടില്ല. അതിൻ്റെ മുമ്പിലൂടെ ഞാൻ പലതവണ സൈക്കിളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട്. പലതവണയല്ല, 1000 തവണ. പക്ഷെ ഒരിക്കൽ പോലും ആ വീട് എന്താണ്, അവിടെ ആരാണ് താമസിക്കുന്നത് എന്നൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. ആ വീടിൻ്റെ ഗേറ്റ് തുറന്നപ്പോൾ തന്നെ എന്നെ ആകർഷിച്ച മനോഹരമായൊരു ദൃശ്യം എന്ന് പറഞ്ഞാൽ വലിയ പൂന്തോട്ടം. പുറമേ നിന്ന് ദർശിക്കാൻ പറ്റില്ല, കാര്യം ഗേറ്റ് അത്രയും ക്ലോസ്ഡാണ്. ഗേറ്റ് തുറന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനൊരു സ്ഥലമോ, വലിയ പൂന്തോട്ടത്തിന് നടുക്ക് ഒരു കൊച്ചു വീട്. ആ ദൃശ്യം തന്നെ എന്നെ അത്ഭുതപ്പെടുത്തി. അങ്ങനെ ഒരു ദൃശ്യം ഞാൻ കണ്ടിട്ടില്ല. വലിയ വീടും കൊച്ചു പൂന്തോട്ടങ്ങളും ധാരാളമുണ്ട്, പക്ഷെ വലിയ പൂന്തോട്ടവും ചെറിയ വീടും, വലിയ മുറ്റം, വലിയ പൂന്തോട്ടം, അവിടെ പച്ചപ്പും പൂക്കളുടെ നിറങ്ങളുമാണ് ആ വീടിൻ്റെ പ്രത്യേകത. അതിനിടയ്ക്കാണ് ഈ വീട് നിൽക്കുന്നത്. ഈവൻ ആ വീട്ടിൽ പോലും വള്ളിച്ചെടികളാണ്. അവിടെ നടന്ന് ചെല്ലാൻ കുറേ സമയം എടുക്കും. ഈ പൂന്തോട്ടത്തിലൂടെ നടന്ന് വേണം ആ വീടിനടുത്തെത്താൻ. അവിടെ ചെല്ലുമ്പോൾ ഒരു മണി തൂക്കിയിട്ടിട്ടുണ്ട്, കോളിംഗ് ബെല്ലില്ല. ആ മണിയിൽ ഇങ്ങനെ പിടിച്ചടിക്കണം. അപ്പോൾ അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഗാന്ധിജിയുടെ ചിത്രം. അപ്പോൾ ഞാൻ ചോദിച്ചു, ഗാന്ധിയനാണോ? ഗാന്ധിയനല്ല, പരിചയപ്പെടാം, എന്തിനാ കാണാൻ പോകുന്ന പൂരാണ്, എന്തിനാണ് പറഞ്ഞറിയില്ല. ഗാന്ധിയുടെ ചിരിക്കുന്നൊരു രൂപം അവിടെ ഇരിപ്പുണ്ട് ഉമ്മറത്ത്. അപ്പം മണി അടിച്ചു. ഡോക്ടറുടെ വൈഫാണ് വന്ന്, ഈ വ്യക്തിയുടെ വൈഫാണ് വന്ന് തുറന്നത്. ഞങ്ങളെ സ്വീകരിച്ച് ആനയിച്ച് അകത്തിരുത്തി. ഇദ്ദേഹം ഹോമിയോ ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ജ്യോതിഷ്. വീടിനകത്ത് കയറിയ ഞാൻ വീണ്ടും ഒരു എന്താ പറയുക, ഒരു ആർട്ട് ഗാലറി പോലെ എനിക്ക് തോന്നി. മനോഹരമായി അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ആർട്ട് ഗാലറി പോലെയല്ല, അതൊരു ആശ്രമം പോലെയാണോ എന്ന് പിന്നെ തോന്നി. കാര്യം അവിടെ ആലേഖനം മതങ്ങളെയൊക്കെ എന്താ പറയുക, നിർദ്ദയം മായ്ച്ചു കളയുന്ന, അതിർവരമ്പുകളെ നിർദ്ദയം മായ്ച്ചു കളയുന്ന ഒരു വീട്. അവിടെ രമണ മഹർഷിയുണ്ട്, ഖലീൽ ജിബ്രാനുണ്ട്, ജീസസ് ക്രൈസ്റ്റ് ഉണ്ട്, ജലാലുദ്ദീൻ റൂമിയുണ്ട്, ജിദ്ദു കൃഷ്ണമൂർത്തിയുണ്ട്, ശ്രീരാമകൃഷ്ണ പരമഹംസരുണ്ട്, ട്രാൻസിൽ നിൽക്കുന്ന രാമകൃഷ്ണ പരമഹംസരുണ്ട്. കുഞ്ഞു ലൈബ്രറികൾ അവിടെ കാണാം. മനോഹരമാക്കി വെച്ചിരിക്കുന്ന ഒരു ഭവനം. ഒരു എളിയ മനുഷ്യൻ എൻ്റെ മുമ്പിലേക്ക് വരികയാണ്. വളരെ എളിയൊരു മനുഷ്യൻ, വിടർന്ന കണ്ണുകൾ. അദ്ദേഹം ഫിസിക്കലി വളരെ ചെറുതാണ്, പക്ഷേ കണ്ണുകളിലൊരു തടാകമുണ്ട്. ഒരു ശാന്തമായ ആഴമുള്ളൊരു തടാകം പോലെ 2 കണ്ണുകൾ. അപ്പോൾ സഫീർ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ എനിക്കറിയാം, പീയൂഷിനെ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്കറിയില്ല പീയൂഷ് ഇന്ന വീട്ടിലെ അല്ലേ, ഇന്നയാളുടെ മകനല്ലേ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങോട്ട് എന്നോട് ചോദിച്ചു. ഇതെൻ്റെ ലൈഫിലെ മറ്റൊരു വഴിത്തിരിവായിരുന്നു. ഞാൻ കണ്ട മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ് ഈ ഡോക്ടർ ജ്യോതിഷ്. പിന്നെ അദ്ദേഹമായിട്ടുള്ള സൗഹൃദം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു നിർണായകമായ വഴിത്തിരിവായി മാറി. സഫീർ കഴിഞ്ഞിട്ട് ഞാൻ പരിചയപ്പെട്ടു ഡോക്ടർ ജ്യോതിഷ്. ഇദ്ദേഹമാണ് എന്നെ യോഗവാസിഷ്ടത്തിലേക്ക് ആനയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആധാര ഗ്രന്ഥങ്ങളിലൊന്ന് യോഗവാസിഷ്ടമാണ്. നാരായണ ഗുരുവിൻ്റെ ചിത്രം ഉണ്ടായിരുന്നു, പറയാൻ മറന്നു. നാരായണ ഗുരുവും രമണ മഹർഷിയും തമ്മിൽ കണ്ടുമുട്ടിയ ഒരു നിമിഷമുണ്ട്. രമണ മഹർഷിയും നാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടി അവർ പരസ്പരം ദർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം ഇദ്ദേഹത്തിൻ്റെ മകൾ വരച്ചതാണ്. ഇദ്ദേഹത്തിൻ്റെ മകളുടെ പേര് ശ്രീദേവി. ശ്രീദേവി നല്ല ആർട്ടിസ്റ്റാണ്, മീനാക്ഷി ശ്രീദേവി. അവരിൽ ആരോ ഒരാൾ വരച്ച ചിത്രമാണ്, പക്ഷെ മനോഹരമായൊരു ചിത്രം. അപ്പോൾ ഇദ്ദേഹമാണ് യോഗവാസിഷ്ടത്തിലേക്ക് എന്നെ ആനയിക്കുന്നത്. യോഗവാസിഷ്ടത്തിൻ്റെ വായന സത്യം പറഞ്ഞാൽ ഒരു ട്രാൻസ്ഫോർമേറ്റീവായിട്ടുള്ള വായനയായിരുന്നു. അന്ന് കേരള ഭാഷാ സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ ഡോക്ടർ ജി ബാലകൃഷ്ണൻ നായർ എന്ന് പറയുന്ന അദ്ദേഹം അറിയാലോ, ഡോക്ടർ ജി ബാലകൃഷ്ണൻ നായർ, ശിവാരവിന്ദം, ഭഗവത്ഗീതയിലെ ശിവാരവിന്ദം ഒക്കെ എഴുതിയ. അതായത് ഈ വേദാന്തത്തിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മുടെ ഉള്ളിലായി കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം നമുക്ക് അവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റും. ഡിഫിക്കൽട്ടാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്, പക്ഷേ എനിക്കത് അമൃത് പോലെയുള്ള വായന അനുഭവമായിരുന്നു. ഡോക്ടർ പറഞ്ഞു, പീയൂഷ് ഇത് വായിക്കുക, യോഗവാസിഷ്ടം വായിക്കുക. ഞാനങ്ങനെ പോയിട്ട് DC ബുക്സിൻ്റെ അടുത്താണ്, കൊല്ലത്ത് DC ബുക്സിനോട് ചേർന്ന് തന്നെയാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ പോയി ഈ പുസ്തകം വാങ്ങി വീട്ടിൽ കൊണ്ടുവരുന്ന ദിവസം 3, 4, 5 പേജ് വീതം വായിക്കും, മനനം ചെയ്യും. കുറേ നാളെടുത്തിട്ടാണ് ഈ പുസ്തകം പൂർത്തിയാകുന്നത്. പക്ഷേ
വായിച്ച് തുടങ്ങുമ്പോഴുള്ള നമ്മളല്ല, വായിച്ച് തീരുമ്പോഴുള്ള നമ്മൾ. ആ രീതിയിൽ നമ്മളെ ഞാൻ ഒരു പരിവർത്തനം അനുഭവിച്ചൊരു പുസ്തകത്തിലൊന്ന് യോഗവാസിഷ്ടമാണ്. പ്യുവർ വേദാന്തമാണ്. വേദാന്തമാണ്. ലോകത്തിൻ്റെ മായികതയും അതിനപ്പുറത്തുള്ള സത്യത്തിൻ്റെ ശാശ്വത അല്ലെങ്കിൽ അനശ്വരതയും നമ്മളെ പരിചയപ്പെടുത്തി തരുന്ന പല കഥകളിലൂടെയും ആഖ്യാനങ്ങളിലൂടെയും ഉപാഖ്യാനങ്ങളിലൂടെയും ഒക്കെ പേർത്തും നമ്മളെ ഈ ഒരൊറ്റ ഏകചിന്തകളിലൂടെ ഏകരസത്തിൽ നമ്മളെ പിടിച്ചു നിർത്തുന്ന മാജിക്കലായിട്ടുള്ള ഒരു ഗ്രന്ഥം, ഒരു വായനയാണ് യോഗവാസിഷ്ടം. ഇദ്ദേഹം അതിനെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുമുണ്ട്. ബാലകൃഷ്ണ സാറ് ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹം അക്കാഡമിക്സിനോ താർക്കികമായിട്ട് ഉള്ള ആളോ ഒന്നുമല്ല. അനുഭവത്തിലാണ് അദ്ദേഹം അടിയുറച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള മനുഷ്യരെ എനിക്ക് വിടാൻ പറ്റില്ല. അനുഭവത്തിൽ നിന്നൊരാൾ സംസാരിക്കുന്നതും അറിവിൽ നിന്നൊരാൾ സംസാരിക്കുന്നതും രണ്ട് രീതിയിലാണ് നമ്മളെ സ്പർശിക്കുക. അനുഭവത്തിൽ നിന്ന് സംസാരിക്കുന്ന ഒരാൾ നമ്മളെ പൊള്ളിച്ച് കളയും. അയാളുടെ കടന്നു പോവുക ആ അഗ്നിയിലൂടെ, അനുഭവത്തിൻ്റെ അഗ്നിയിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ചില രാസമാറ്റങ്ങൾ സംഭവിക്കും. ഈ രാസമാറ്റം 2 കെമിക്കൽ തമ്മിൽ ചേർത്ത് വെച്ച് അതിൽ മാറ്റം വരണമെങ്കിൽ തീ കൊടുക്കണം. തീ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ രാസമാറ്റം സംഭവിക്കുക. രാസമാറ്റം എന്ന് പറഞ്ഞാൽ ഇറിവേഴ്സിബിളാണ്, പിന്നെ തിരിച്ചു പോകാൻ പറ്റില്ല. അപ്പോൾ ഈ അനുഭവം അങ്ങനെയാണ് നമ്മളിൽ വർക്ക് ചെയ്യുക. ഈ ബാലകൃഷ്ണ സാറിൻ്റെ അനുഭവത്തിലൂടെ നമ്മളും കടന്നു പോകുമ്പോൾ നമ്മളിൽ ഈ തീയാണ് ഉണ്ടാവുക. പിന്നെ പുസ്തകം അടച്ചു വയ്ക്കുമ്പോൾ തിരിച്ചു പോകാനാവാത്ത വിധമുള്ള എന്തോ ഒരു പരിണാമം നമ്മൾ അനുഭവിക്കും. ആ പുസ്തകം വായിച്ചു തുടങ്ങിയ പീയൂഷ് ആയിരിക്കില്ല അത് അവസാനിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു അനുഭവമായിരുന്നു ആ പുസ്തകം എനിക്കെന്ന്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഡോക്ടർ ജ്യോതിഷ് ഈ പുസ്തകം എനിക്ക് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ 2 മനുഷ്യർ എന്നെ വേദാന്തത്തിലേക്ക് ശരിക്കും കൈപിടിച്ച് കൊണ്ടുപോയി. അതിനുശേഷം ഏറ്റവും ഒടുവിൽ ഞാൻ എത്തേണ്ടിടത്ത് എത്തി എന്നുള്ള എൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ അതായിരുന്നു. ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബ്ലോ. അതിനു മുമ്പ് കൊച്ചു അടികൾ കിട്ടിക്കൊണ്ടിരുന്നു. ഫൈനൽ ബ്ലോയിൽ ഞാൻ ഇല്ലാണ്ടായി. ആ ഫൈനൽ ബ്ലോ എനിക്ക് കിട്ടിയത് ശ്രീരാമകൃഷ്ണ പരമഹംസരിൽ നിന്ന്. രാമകൃഷ്ണ പരമഹംസരിലാണ് ഞാൻ അവസാനം എത്തിച്ചേരുന്നത്. ഈ സഫീറിലൂടെ ആയാലും ജ്യോതിഷ് ഡോക്ടറുടെ ആയാലും ബാലകൃഷ്ണ സാറിലൂടെ ആയാലും അതിനൊക്കെ കഴിഞ്ഞതിന് ശേഷം രാമകൃഷ്ണ പരമഹംസരിലെത്തുവാണ്. ഗുരുസാഗരം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ ഒരു രംഗമുണ്ട്. അതിലൊരു സന്ദർഭം എന്ന് പറയുന്നത്, കുഞ്ഞുണ്ണിയോട് അതിലെ പ്രൊട്ടഗോണിസ്റ്റ് പറയുന്ന ഒരു ഡയലോഗ് ഇങ്ങനെയാണ്: പുസ്തകങ്ങളെല്ലാം കൊടുത്ത് ഒഴിച്ചു ബാല, പുസ്തകങ്ങളുടെ ഭാരം ഇനി സഹിക്കാൻ വയ്യ. ഒരു ശ്രാദ്ധം ചെയ്ത സമാധാനം എപ്പോഴുണ്ട്, ഒരു പുസ്തകം മാത്രം കൊടുത്തിട്ടില്ല. അപ്പം ബാലൻ ചോദിച്ചു, ഏതാണ് ആ പുസ്തകം? നമ്മുടെ എല്ലാ ഉള്ളിൽ ഉണരുന്നൊരു ചോദ്യം, ഏതാണ് ആ പുസ്തകം? ഭാഗവതം. അത് കൊടുക്കാൻ വയ്യ, അത് മരണം വരെ കയ്യിൽ കരുതേണ്ടി വരും. ഈ ഒരു സന്ദർഭം ഡീപ്പായിട്ടുള്ളൊരു മൊമെൻ്റാണ് അത്. നിങ്ങൾ പുസ്തകങ്ങളുടെ മുഴുവൻ ഭാരവും വിറ്റഴിക്കാനോ അല്ലെങ്കിൽ തലയിൽ നിന്ന് ചുമടുഭാരങ്ങൾ എടുത്തു മാറ്റാനോ, അല്ലെങ്കിൽ ഈ ലോകം തന്നെ നിങ്ങളെ ഉപേക്ഷിക്കുന്ന ഒരു മൊമെൻ്റുണ്ട്. ഈ ലോകത്തുള്ള സകല പുസ്തകങ്ങളും നിങ്ങൾ വെടിയാൻ, സകല അറിവുകളിലും ചുമടുഭാരങ്ങളും നിങ്ങൾ വെടിയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാണന് തുല്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരേ ഒന്നിനെ മാത്രം കയ്യിൽ എടുത്തുകൊണ്ട് പലായനം ചെയ്യാൻ പറഞ്ഞാൽ, അങ്ങനെയാണല്ലോ പലായനം എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നും എടുക്കാൻ പറ്റില്ല നമുക്ക്. കയ്യിൽ ഏറ്റവും പ്രിയപ്പെട്ടതിനെ നമ്മൾ മാത്രം എടുത്ത് അത് നമ്മുടെ അവസാന നിമിഷത്തെ ചോയ്സാണ്. നമ്മൾ കാഷ്വലായിട്ടിരിക്കുമ്പോൾ ആ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കെട്ടിപ്പിടിച്ചുകൊണ്ടായിരിക്കണേ, ഒരു പ്രശ്നവും ഇല്ലാതെ നമ്മളിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ബിലോങ്ങിങ്സ് വരും. അതേസമയം ഒരു നിർണായകമായ മൊമെൻറ്റ് വരും നമ്മുടെ ജീവിതത്തിൽ. ഒരുപക്ഷെ ഒരു മലവെള്ളപ്പാച്ചിൽ വരികയാണ്, നമ്മുടെ വീടിപ്പം വെള്ളം എടുത്തു പോകും. ഒരൊറ്റ സാധനം മാത്രം എടുത്ത് ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ നമുക്ക് ഏതാനും നിമിഷങ്ങൾ തരികയാണ്. നമ്മൾ നമ്മുടെ പ്രാണന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സംഗതിയായിരിക്കും എടുക്കുക. അത് നമ്മളുടെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന സാധനമായിരിക്കും നമ്മൾ എടുക്കുക. അതും എടുത്തുകൊണ്ടായിരിക്കും നമ്മൾ പലായനം ചെയ്യുക. ആ എടുത്തതിനെ പിന്നെ നമ്മൾ മരണം വരെ കൈവിടുകയില്ല. മരണം വന്ന് വിളിക്കുമ്പോഴും ഇത് കയ്യിലുണ്ടാകും. അങ്ങനെ ഒരു പുസ്തകമാണ് കുഞ്ഞുണ്ണി എന്ന് പറയുന്ന പ്രോട്ടഗോണിസ്റ്റ് കയ്യിൽ പിടിച്ചത്, ഭാഗവതം. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ
ഞാൻ എങ്ങനെയായിരിക്കും അതിനെ സ്വീകരിക്കുക? സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയും ചെയ്തു. ഒരു തെറ്റിദ്ധാരണ. ഇങ്ങനെയൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവസാനമായിട്ട് നമുക്ക് ആശ്രയിക്കാൻ, എല്ലാം ഇട്ടെറിഞ്ഞു പോകുമ്പോഴും നമുക്ക് ഒന്ന് മാത്രം കയ്യിൽ പിടിക്കാൻ സാധിച്ചാൽ, ഞാൻ എടുക്കുന്ന, എനിക്ക് ഒരു സംശയവുമില്ല, എനിക്കെടുക്കാൻ ഒരൊറ്റ ഗ്രന്ഥമേ ഉള്ളൂ, എനിക്ക് മുറുകെ പിടിക്കാൻ ഒരൊറ്റ മനുഷ്യനേ ഉള്ളൂ, ശ്രീരാമകൃഷ്ണ പരമഹംസരാണ്. അദ്ദേഹത്തിൻ്റെ രാമകൃഷ്ണ വചനാമൃതമാണ്. ദ ഫൈനൽ ബ്ലോക്ക് കെയിം ഫ്രം വചനാമൃതം. വചനാമൃതം 3 വോളിയമായിട്ടാണ്. ഇപ്പം ദസ്തയേവ്സ്കിയൊക്കെ ഇങ്ങനെ ഒരു ഡീപ്പ് മൊമെൻറ്റ് പറയുന്നുണ്ട്. ഇതിപ്പം ഗുരുസാഗരത്തിൽ മാത്രമല്ല, ദസ്തയേവ്സ്കിയെ നാട് കടത്തി, അദ്ദേഹത്തെ നാട് കടത്തുമ്പോൾ, സകലതും ഉപേക്ഷിച്ച് നാട് കടത്തുമ്പോൾ അദ്ദേഹം കയ്യിലെടുത്തത് സുവിശേഷം മാത്രമാണ്. വേറൊന്നും അദ്ദേഹം എടുത്തിട്ടില്ല. അദ്ദേഹത്തെ പോലെ ഡീപ്പായിട്ടുള്ളൊരു മനുഷ്യനാണ് ദസ്തയേവ്സ്കി. അദ്ദേഹത്തിനെ വായിക്കാൻ ഒരുപാട് പുസ്തകങ്ങൾ ആവശ്യമുള്ളൊരു മനുഷ്യനാണ്. ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചുള്ളത്, ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ വായിച്ച മനുഷ്യനായിരിക്കാം. പക്ഷേ അദ്ദേഹം കയ്യിൽ ചെറിയൊരു പുസ്തകം എടുത്ത്, പുതിയ നിയമങ്ങൾ, സുവിശേഷങ്ങൾ, എനിക്ക് തോന്നുന്നു യോഹന്നാൻ്റെ സുവിശേഷം, അങ്ങനെ ഏതാണ്ട് ഒന്നേ എടുത്തിട്ടുള്ളൂ പുള്ളി. അപ്പം ഇതുപോലെ നമ്മൾക്ക് കൈ മുറുകെ പിടിച്ചു പോകുന്നത് ഈ ഒരു രാമകൃഷ്ണ വചനാമൃതം മാത്രമായിരിക്കും. 2008 സമയത്ത് ഈ വചനാമൃതം വായിച്ചു തീർക്കുകയാണ്. 1 വർഷം എടുത്തു, 3 വോളിയം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റേതൊക്കെ ടെസ്റ്റ് ട്യൂബ് ചൂടാക്കുന്നത് പോലെയായിരുന്നു. ഇത് കാട്ടുതീയാണ്, എന്താ പറയുക, ദഹനമാണ്. അതിലൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളപ്പുറത്ത് ചെല്ലുമ്പോൾ സ്ഫുടം ചെയ്തിരിക്കും. ഇപ്പോൾ രാമകൃഷ്ണദേവൻ തന്നെ പറയുന്ന ഒരു മെറ്റഫറുണ്ട്. വെളുത്തുള്ളി എടുത്ത പാത്രം പിന്നെ എന്തൊക്കെ ചെയ്താലും വെളുത്തുള്ളി മണക്കും. അദ്ദേഹം വെളുത്തുള്ളി എന്ന് ഉദ്ദേശിക്കുന്നത് ലൗകികതയാണ്. പാത്രം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹൃദയവുമാണ്. ലൗകികതയിൽ നമ്മൾ കിടന്ന് അതുമായിട്ട് കെട്ടുപിണഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഗന്ധം നമ്മളെ വിട്ടു പോവില്ല, വെളുത്തുള്ളിയുടെ ഗന്ധം നമ്മളെ വിട്ടു പോവില്ല. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരാൾ പൊട്ടിക്കരയും. കാര്യം ഇയാൾ ലൗകികതയിൽ മുങ്ങിത്താണൊരു മനുഷ്യനാണ്. കാക്ക കൊത്തിയ പഴം, രാമകൃഷ്ണദേവൻ ഒരുപാട് മെറ്റഫർ ഇങ്ങനെ ഉപയോഗിക്കും. കാക്ക കൊത്തിയ പഴം നമുക്ക് ഈശ്വരന് സമർപ്പിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയും. അതായത് കാക്ക കൊത്തിയ ഒരു പഴം, ലൗകികത നമ്മളെ കൊത്തിയ ഒരു പഴമാണ് നമ്മളെങ്കിൽ നമ്മളെങ്ങനെ നമ്മൾ ഈശ്വരന് സമർപ്പിക്കും? പിന്നെ അമ്പലത്തിൽ സമർപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള മെറ്റഫർ പറയുമ്പോൾ ഒരു മനുഷ്യനിരുന്ന് കരയാണ്. രാമകൃഷ്ണദേവൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് വന്നിരുന്ന് കരഞ്ഞു. ഞാൻ എന്ത് ചെയ്യും? വെളുത്തുള്ളി എടുത്തുപോയി, കാക്ക കൊത്തിപ്പോയി, എനിക്കെന്തുണ്ട് വഴി? രാമകൃഷ്ണദേവൻ അവനെ തലോടിക്കൊണ്ട് പറയും, പാത്രം തീയിലിട്ടാൽ മതി, ഏത് ഗന്ധവും പോവും, ഏത് വെളുത്തുള്ളി ഗന്ധവും പോവും, തീയിലിട്ടാൽ മതി. മനസ്സിലായല്ലോ അതിൻ്റെ ആഴം. തീയിലിട്ട് കളഞ്ഞെന്നെ 1 വർഷം. 2008 അങ്ങനെ ഒരു വർഷമായിരുന്നു. ഈ 3 ഗ്രന്ഥങ്ങൾ എല്ലാ ദിവസവും, ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല. ഒരുപക്ഷെ ആ ഒരു സാരി ഗമ പധ നീ എന്ന് പറയുന്നൊരവസ്ഥയുണ്ട് നമ്മുടെ സാധനയുടെ. ഞാൻ നീലായിരുന്നു, സാധനയിൽ നീലെത്തിച്ചേർന്നൊരു സമയമാണത് 2008. ആ നീലെത്തിച്ചേർന്ന സമയത്താണ്, അത് ഈ യോഗവാസിഷ്ടത്തിനൊക്കെ ശേഷം എന്നിലേക്ക് വരുന്നത് രാമകൃഷ്ണ വചനാമൃത. അതിലൂടെയുള്ളൊരു തീർത്ഥയാത്ര തീയിൽ ദഹിക്കുന്നത് പോലെയായിപ്പോയി. അപ്പുറം ചെന്ന് കഴിയുമ്പോൾ ലൗകികതയുടെ ഒന്നും അവശേഷിക്കാത്ത രീതിയിൽ ഒരു പ്യോർ സോളായിട്ട് ഞാൻ നിൽക്കുകയാണ്. എനിക്ക് തന്നെ അപരിചിതമായ ഒരാളെ ഞാൻ തന്നെ അത്ഭുതപ്പെട്ട് കാണുവാണ്. എനിക്കിങ്ങനെ മാറാൻ സാധിക്കൂ എന്നൊക്കെയുള്ള അത്ഭുതത്തോടു കൂടി. സത്യം പറഞ്ഞാൽ ആ സമയത്താണ് സന്യാസത്തിനുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹം തോന്നിയത്, മനസ്സിൽ തോന്നി. ഈ നിരന്തരമായ ഇത്തരത്തിലുള്ള സാഹിത്യത്തോടും ഇത്തരത്തിലുള്ള വായനകളോടും. അപ്പോഴും പലരും എന്നെ ഉപദേശിക്കുന്നുണ്ട്, കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ ആ രീതിയിൽ പോയിക്കോ, ഈ ആത്മീയതയൊന്നും സാധാരണക്കാർക്ക് പറ്റിയതല്ല. ഇങ്ങനെ പലയിടത്തുനിന്നും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ വെറും ലൗകികനായിട്ടുള്ള ജീവിതത്തിൽ കണ്ടൻറ് ഇല്ല എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ നമ്മൾ എവിടെയാണ് സ്വയം പ്ലേസ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല. അപ്പം നമ്മൾ 2008 ഞാൻ ഇതുപോലെ വീണ്ടും രാമകൃഷ്ണ മഠത്തിലേക്ക് ഒരു കത്തെഴുതി. അത് ബേലൂർ മഠത്തിലേക്കാണ്, എന്നെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. അവിടുത്തെ സ്വാമിക്ക് അന്ന് എനിക്ക് തോന്നുന്നു ലോകഹിതാനന്ദ എന്ന് പറയുന്ന സ്വാമി, ഇന്നത്തെ സ്വാമിയാണെന്ന് തോന്നുന്നു, അന്ന് ബ്രഹ്മചാരികളെ റിക്രൂട്ട് ചെയ്യുന്ന സ്വാമിജി.
ബേലൂർ മഠത്തിൽ. അപ്പോൾ എനിക്ക് ഈ രാമകൃഷ്ണ വചനാമൃതവും വിവേകാനന്ദ സ്വാമിയൊക്കെ ഹൃദയത്തിൽ ഏറ്റി മറ്റൊരു ലോകത്തിലാണ് ജീവിക്കുന്നത്. അപ്പം ഞാൻ കത്തെഴുതുകയാണ് രാമകൃഷ്ണ മഠത്തിൽ ചേരണം എന്ന് പറഞ്ഞിട്ട്. അതിനുള്ള അഡ്മിഷൻ നൽകിക്കൊണ്ടുള്ളൊരു മറുപടി വരുവാണ്. ഈ മറുപടി കയ്യിൽ കിട്ടി. ജോലി ഉപേക്ഷിച്ച് ആശ്രമത്തിലേക്ക് പോകാൻ ഞാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്തു. അനിയത്തി വിളിക്കുമ്പോഴൊക്കെ ഞാൻ പറയും അച്ഛനെ അമ്മയെ നോക്കിക്കൊള്ളണേ എന്ന് പറയും. ഇവൾക്കും കാര്യം മനസ്സിലാവില്ല. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലാവില്ല. പുള്ളിക്കാരി കാഷ്വലായിട്ട് അതിനെ കേൾക്കുന്നത്. ഞാൻ ഫോൺ വിളിക്കുമ്പോൾ പറയും അച്ഛനെ അമ്മയൊക്കെ ശരിക്കും നോക്കിക്കോണടേ എന്ന് പറയും. കൊല്ലങ്കാരാണ്ട് എടേ എന്നുള്ള. ഈ കത്ത് കിട്ടി ഒരു ആഴ്ചയ്ക്കുള്ളിൽ ഞാൻ പറഞ്ഞല്ലോ, എന്നെ വായനയിലേക്ക് ഇനിഷ്യേറ്റ് ചെയ്തത് എൻ്റെ അച്ഛനാണ്. അദ്ദേഹത്തിൻ്റെ മിനി ലൈബ്രറിയാണ് എന്നെ ഒരു വായനക്കാരനാക്കിയത്. അവിടെ നിന്നാണ് പിന്നെ ഭഗവത്ഗീത ആദ്യമായിട്ട് ഞാൻ സ്പർശിക്കുന്നത്. അവിടെ നിന്നാണ് ജിദ്ദു കൃഷ്ണമൂർത്തിയും, അവിടെ നിന്നാണ് ഖലീൽ ജിബ്രാനെയും, എന്തിന് വിവേകാനന്ദ സ്വാമിയും എല്ലാവരെയും കാണുന്നത് അദ്ദേഹം ഒരുക്കി തന്ന ലൈബ്രറിയിൽ നിന്നാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം മനോഹരമായ കൈക്കുറിപ്പുകൾ ഉണ്ടാക്കുമായിരുന്നു. അറിവിനോട് ഇങ്ങനെ ക്രേവിങ് ഉള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. വളരെ സൈലൻ്റ് ആയിട്ടുള്ള മനുഷ്യൻ, ഇൻട്രോവർട്ടാണ്. അങ്ങനെ ഒരുപാട് സംസാരിക്കില്ല. അഥവാ സംസാരിച്ചാൽ സാധാരണ കാര്യങ്ങളെ പുള്ളി പുറത്ത് സംസാരിക്കാറുള്ളൂ. പക്ഷേ അകത്ത് മുഴുവൻ റിവർബറേറ്റ് ചെയ്യുന്നത് ജ്ഞാനമാണ്, ജ്ഞാന സാധനയാണ് അദ്ദേഹം. എവിടെ അറിവിൻ്റെ എന്ത് കണ്ടാലും അദ്ദേഹം ഫോക്കസ്ഡ് അല്ല. എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമില്ല. അറിവ് എവിടുന്ന് വന്നാലും അദ്ദേഹം അത് സ്വീകരിക്കും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അദ്ദേഹം റിട്ടയർ ചെയ്തതിന് ശേഷം അദ്ദേഹം പിന്നെ സിദ്ധാർത്ഥ ബസു എന്ന് പറയുന്ന ഒരാളുടെ ഒരു ക്വിസ് പ്രോഗ്രാം നടക്കുമെന്ന് നാഷണൽ ചാനലിൽ. സിദ്ധാർത്ഥ ബസു ഗംഭീരമാണ്, ഗംഭീര ക്വാളിറ്റി സ്റ്റാൻഡേർഡ് പരിപാടി. അവരൊക്കെ വന്നു. സിദ്ധാർത്ഥ ബസുവിൻ്റെ ഈ ക്വിസ് നടക്കുമ്പോൾ ഒരു കൊച്ചു കുട്ടിയെപ്പോലെ പുസ്തകവും പേനയുമായിട്ട് റിട്ടയർമെൻറ്റ് ലൈഫിന് ഇദ്ദേഹം വന്നിരിക്കും ക്യൂരിയോസിറ്റിയോടുകൂടി. എന്നിട്ട് കസേരയും തൊട്ട് മുമ്പിൽ ഒരു ടീപ്പോയും വലിച്ചിട്ട് സിദ്ധാർത്ഥ ബസു ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും എഴുതി വയ്ക്കും, അതിൻ്റെ ആൻസർ എഴുതി വയ്ക്കും. ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയിൽ മാത്രമേ എനിക്ക് ആദ്യം ഞാൻ ശ്രദ്ധിച്ചിരുന്നുള്ളൂ. ഒരിക്കൽ ഡ്രോവ് തുറന്നപ്പോൾ 2-3 നോട്ട്ബുക്കുകൾ ഇരിക്കുന്നു. തുറന്നു നോക്കി ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അറിവിൻ്റെ ഒരു ഖനി തന്നെയാണത്. അദ്ദേഹം എഴുതി വെച്ച അറിവുകൾ ഇങ്ങനെ നമ്പറൊന്നും ഇട്ടിട്ടില്ല, പക്ഷെ ഓരോ അറിവുകൾക്ക് ശേഷം അറിവുകളായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇപ്പം ഞാൻ പിന്നീട് അറിഞ്ഞു ഒരുപാട് മനുഷ്യർക്ക് ഇത്തരം സ്വഭാവം ഉണ്ടായിരുന്നു. ബ്രൂസ്ലി ഒരുപക്ഷെ ലോകം കണ്ട ഏറ്റവും വലിയ ജ്ഞാനിയായിട്ടുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം ഒന്നും യൂണിവേഴ്സിറ്റി പ്രോഡക്റ്റ് അല്ല. അദ്ദേഹം യൂണിവേഴ്സിറ്റിയിലൊന്നും പോയിട്ടില്ല. യൂണിവേഴ്സിറ്റി പോകാതെ തന്നെ ഈ ലോകം കീഴടക്കിയ കുറേ മനുഷ്യരുണ്ട് വായനയിലൂടെ, അറിവിൻ്റെ വലിയ ഉയർന്ന തലങ്ങളിലെത്തിയ അങ്ങനെ ഒരു വ്യക്തിയാണ് ഈ ബ്രൂസ്ലി. ഇപ്പോൾ ബ്രൂസ്ലിയുടെ ഒരു പുസ്തകം പിന്നീട് പ്രസിദ്ധീകരിച്ചത് ജീത് കുണ്ടോ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. ഈ പുസ്തകം ബ്രൂസ്ലിയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയും പിന്നെ ഒരു ബ്ലാക്ക് ബെൽറ്റ് എന്ന് പറയുന്ന ഒരു മാഗസിൻ്റെ എഡിറ്ററും കൂടിയാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്, ജീത് കുണ്ടോ. ഇതൊരു ക്ലാസിക് പുസ്തകമാണ്. ബ്രൂസ്ലിയുടെ ഇതുപോലുള്ള ഒരുപാട് ദർശനങ്ങളെ ഇങ്ങനെ കോർത്തിണക്കിക്കൊണ്ട് അത് വായിച്ചാൽ അത്ഭുതപ്പെട്ടു. അതൊരു മാർഷൽ ആർട്സിനെ കുറിച്ചാണ് പറയുന്നത്, മുഴുവൻ ലൈഫാണ്. എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിതത്തെ ബ്രൂസ്ലി ഓപ്പോണൻറ്റിനെ കുറിച്ച് പറയുകയാണ്, പക്ഷേ പറയുന്ന മുഴുവൻ ലൈഫാണ്. അതിനകത്താണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ബി ലൈക്ക് വാട്ടർ ഒഴുകാൻ പറയുന്നത്. empty yourself, be like water എന്ന് ബ്രൂസ്ലിയുടെ പ്രശസ്തമായ ആശയം വരുന്നത് ഈ പുസ്തകത്തിലാണ്. അപ്പോൾ ഇതുപോലൊരു പുസ്തകമാണ് അത്. ശരിക്കും എഡിറ്റ് ചെയ്ത് ഇറക്കുവാണെങ്കിൽ ഒരു മനോഹരമായ ഗ്രന്ഥമായിരിക്കും. അദ്ദേഹത്തിൻ്റെ സ്വന്തം കാഴ്ചപ്പാടുകളും പുറത്തു നിന്നെടുത്ത അറിവുകളും എല്ലാം ചേർത്ത് കോർത്ത് വെച്ചൊരു പുസ്തകം. ഇന്നും ഞാൻ നിധി പോലെ അത് സൂക്ഷിച്ചു വയ്ക്കുന്നു, വീട്ടിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ രാമകൃഷ്ണ മഠത്തിൽ നിന്ന് എനിക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടി. ഞാൻ പോകാൻ വേണ്ടി തയ്യാറെടുത്തു. ഞാൻ എൻ്റെ അവസാന യാത്രയൊക്കെ നടത്തി കേരളത്തിലൂടെ. എനിക്കിനി ഇതൊന്നും പെട്ടെന്ന് കാണാൻ പറ്റില്ലല്ലോ. ആ കാര്യം രാമകൃഷ്ണ മഠത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ 2 വർഷം അവിടെ നിർത്തും. അതിനുശേഷം 2 വർഷം നമുക്ക് ബ്രഹ്മചാരി ട്രെയിനിങ് തരും. ഈ സമയമൊന്നും നമ്മൾ പുറലോകം കാണില്ല. പിന്നെ നമ്മളെ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യും. അപ്പോഴും നമ്മൾ ആശ്രമത്തിൽ തന്നെയായിരിക്കും. അപ്പോൾ എനിക്കറിയാം, നന്നായിട്ടറിയാം രാമകൃഷ്ണ മഠത്തിൽ. അപ്പോൾ ഞാൻ അതിനു മുമ്പ് ഒരു യാത്രയൊക്കെ നടത്തി കേരളത്തിലൂടെ, ലെങ്ത് ആൻഡ് ബ്രെഡ്ത്തിലൂടെ ഒരു യാത്ര തനിച്ച് നടത്തി. അതിൽ കേരളത്തിൻ്റെ എല്ലാം ആസ്വദിച്ചു. മലനാടുകളും
ഇടനാടുകളും തീരപ്രദേശങ്ങളും കായലുകളും എല്ലാം എനിക്കറിയാം, ഞാൻ ഓരോ കാഴ്ചയും കൊതിയോടെയാണ് കണ്ണുകൊണ്ട് കോരി കുടിക്കുമായിരുന്നു. കാര്യം എനിക്കിനി ഇത് എന്നാ കാണാൻ പറ്റുക? ഈ കായലോളങ്ങളെ ഞാനിനി എന്ന് കാണും? ഞാൻ കോട്ടയത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് ബോട്ടിലിരിക്കുമ്പോൾ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആ യാത്രയിൽ ഞാൻ ആലോചിക്കുകയാണ്, ഞാൻ ഈ കായലോളങ്ങളെ ഇനി എങ്ങനെ കാണും, ഇനി എന്ന് കാണും? ഞാൻ പോവുകയാണ്. എന്നെ ഹിമാലയം വിളിക്കുന്നു, എന്നെ ബേലൂർ മഠം വിളിക്കുന്നു, എന്നെ വിവേകാനന്ദ സ്വാമി വിളിക്കുന്നു. ഇനി ഞാൻ എപ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട ഈ നാടിനെ തിരിച്ച് വന്ന് കാണുക എന്ന് വിചാരിച്ച് ഞാൻ ഇതിനെയൊക്കെ കോരി കുടിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ ആ യാത്ര കഴിഞ്ഞ് ഞാൻ എത്തുന്ന ഒരു രാത്രിയിൽ ഒരു ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു 4:15 എനിക്കൊരു അന്ന് ഞാൻ 4:15 എണീക്കും, അല്ല 4:45 എണീക്കും. കാര്യം ബേലൂർ മഠത്തിലെ ബ്രഹ്മചാരികൾ എണീക്കുന്ന സമയത്ത് ഞാനിവിടെ എണീക്കും. 4:15 or 4:45. ഞാൻ ബേലൂർ മഠത്തിലെ പോലെ തന്നെ എൻ്റെ ലൈഫ് ഞാൻ സെറ്റ് ചെയ്തു. കാര്യം എന്തായാലും അങ്ങോട്ട് പോകാൻ പോവുകയാണ്. അതുകൊണ്ട് 4:15 എഴുന്നേറ്റ് കാര്യങ്ങൾ ചെയ്തു തുടങ്ങി, സാധന ചെയ്തു തുടങ്ങി. അപ്പം ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഒരു ഫോൺ വരികയാണ്. അച്ഛൻ കുഴഞ്ഞു വീണു, വേഗം വാ. തൊട്ടപ്പുറത്ത് അനിയത്തിയുടെ പരിഭ്രാന്തമായ ശബ്ദം, എടേ അച്ഛൻ കുഴഞ്ഞു വീണു, വേഗം വാ. സ്പ്രിങ് പോലെ ചാടി എഴുന്നേറ്റ് ഞാൻ പെട്ടെന്ന് തന്നെ വസ്ത്രമൊക്കെ മാറി, കൈമുഖം കഴുകി വസ്ത്രം മാറി. അടുത്ത ഫോൺ, അച്ഛൻ പോയി എന്ന് പറഞ്ഞുകൊണ്ട് അനിയത്തിയുടെ തന്നെ 2ാമത്തെ കോൾ. അതൊരു വല്ലാത്ത മൊമെൻ്റായിരുന്നു. കാര്യം ഈ മനുഷ്യനൊരു പനി പോലും വന്നിട്ടില്ല, ഒരു ജലദോഷം പോലും വന്നിട്ടില്ല. നമ്മൾ പലതവണ അഡ്മിറ്റായിട്ടുണ്ട്, അമ്മ അഡ്മിറ്റായിട്ടുണ്ട്, ഞാൻ അഡ്മിറ്റായിട്ടുണ്ട്, സിസ്റ്റർ അഡ്മിറ്റായിട്ടുണ്ട്. അപ്പോഴെല്ലാം ഒരാൾ റോക്ക് സോളിഡായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അത് അച്ഛനായിരുന്നു. ഞാൻ സുഖമില്ലാതെ കിടക്കുമ്പോൾ അച്ഛൻ ഹോസ്പിറ്റലിൽ വന്ന് നിന്നിട്ടുണ്ട്. അമ്മയുടെ കൂടെ അമ്മയ്ക്ക് ജോണ്ടിസ് വന്നപ്പം അച്ഛൻ വന്ന് നിന്നിട്ടുണ്ട്. അനിയത്തിക്ക് പലതവണ പല അസുഖങ്ങൾ വന്നപ്പോഴും അച്ഛൻ നിന്നിട്ടുണ്ട്. പക്ഷെ അച്ഛനൊരു അസുഖം വന്ന് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ലോകത്ത് എന്തൊക്കെ പോയാലും അച്ഛൻ അവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് ഒരു ശാശ്വതമായ അഷുറൻസ് എവിടെയോ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. അതൊരു നിമിഷം കൊണ്ട് ഷാറ്റേഡായി. പാറ പോലെ നിന്നൊരു മനുഷ്യൻ മഞ്ഞുതുള്ളി പോലെ മാഞ്ഞു പോവുകയാണ്. അത് നമ്മൾ അടുത്തു നിന്ന് കണ്ട ഒരു മരണാനുഭവമാണത്. തൊട്ടടുത്ത് നിന്ന് ദർശിച്ച ഒരു മരണാനുഭവമായിരുന്നത്. ഈ അനുഭവത്തിൽ എനിക്കൊരു കാര്യം മനസ്സിലായി, വീടുപേക്ഷിച്ച് പോകേണ്ട സമയം ഇതല്ല. വീടുപേക്ഷിച്ച് ആശ്രമത്തിലേക്ക് പോകേണ്ട ടൈം ഇതല്ല. ഒരാഴ്ചയുടെ വ്യത്യാസത്തിലാണ് ഇത് രണ്ടും സംഭവിക്കുന്നത്. അങ്ങനെ ആശ്രമത്തിൽ പോകാനുള്ള ആഗ്രഹങ്ങളൊക്കെ അവിടെ തിരിച്ച് വെച്ചു. വീണ്ടും നമ്മുടെ ഇവിടുത്തെ ലൈഫുമായിട്ട് ഇണങ്ങിച്ചേർന്ന് പോയി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് മറ്റൊരു അവസരം തുറന്നു വരുന്നത്. വേദാന്തം ശാസ്ത്രീയമായി തന്നെ സൈദ്ധാന്തികമായി തന്നെ വേദാന്തം പഠിക്കാനുള്ളൊരു വഴി തുറന്നു വരികയാണ്. 2014 ചിന്മയ മിഷൻ്റെ ഒരു സെൻറ്ററുണ്ട്, അവരുടെ ഒരു ബ്രഹ്മചാരി ട്രെയിനിങ് സെൻറ്ററുണ്ട് ബോംബെയിൽ. സാന്ദീപനി സാധനാലയം എന്നാണ് അതിൻ്റെ പേര്. താര കൾച്ചറൽ ട്രസ്റ്റാണ് അതിനെ ഫണ്ട് ചെയ്യുന്നതൊക്കെ. അവിടെ നമുക്ക് സൗജന്യമായിട്ട് വേദാന്തം പഠിപ്പിക്കും. ബ്രഹ്മചാരി ട്രെയിനിങ് ആണ്. നമ്മൾ വെറുതെ വേദാന്തം പഠിപ്പിക്കുകയല്ല, റെസിഡൻഷ്യലാണ്. നമ്മൾ ബ്രഹ്മചാരി വേഷത്തിൽ തന്നെ അവിടെ തുടരണം. നമ്മുടെ തല മുണ്ടനം ചെയ്യും. നമുക്ക് വെള്ളയും വസ്ത്രം മാത്രമേ ധരിക്കാൻ പറ്റൂ. അപ്പോൾ ഇതുപോലെ അതെനിക്കൊരു ഡ്രീമായിട്ട് തോന്നി. ഒരു ഡ്രീം കം ട്രൂ എന്നൊക്കെ എനിക്ക് അതുപോലെ ഒരു അവസരമായിട്ട് എനിക്ക് തോന്നി. അവിടെ പഠിക്കാനൊരു അവസരം തുറന്നു വന്നു. അങ്ങനെ ജോലിയിൽ നിന്ന് ലോങ് ലീവ് എടുത്ത് പഠിക്കാൻ വേണ്ടി പോയി. അവിടെ വെച്ച് വേദാന്തത്തിൻ്റെ മനോഹരമായ 2 വർഷങ്ങൾ, വേദാന്ത പഠനത്തിൻ്റെ മനോഹരമായ 2 വർഷങ്ങൾ. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള മനുഷ്യർ, സത്യം അന്വേഷിക്കുന്ന മനുഷ്യർ, ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, പല രാജ്യങ്ങൾ, ഇന്ത്യയിലെ തന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്നും, ഇങ്ങേറ്റത്തെ കേരളം മുതൽ അങ്ങ് UP, ഹിമാചൽ പ്രദേശ്, നോർത്ത് ഈസ്റ്റിൽ നിന്ന് ആരെയും കണ്ടില്ല. UP, ഹിമാചൽ പ്രദേശ്, തമിഴ്നാട്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, അങ്ങനെ നാനാഭാഗത്തുനിന്ന് മനുഷ്യർ, ആൺകുട്ടികളും പെൺകുട്ടികളും. പോരാതെ ലോകത്തിൻ്റെ റഷ്യയിൽ നിന്നൊക്കെ കുട്ടികളുണ്ടായിരുന്നു, കാനഡയിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, സിംഗപ്പൂരിൽ നിന്ന് ഒക്കെ മനുഷ്യർ. അങ്ങനെ ലോകത്തിലെ വലിയൊരു കൂട്ടം മനുഷ്യർ അവിടെ ഒരൊറ്റ ആഗ്രഹമായിട്ട്, ഒറ്റ മനസ്സുമായിട്ട് അവിടെ ഒത്തുചേരുകയാണ്. ഞങ്ങളന്ന് 120-120ഓളം സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു കോഴ്സ് തുടങ്ങുമ്പോൾ. കോഴ്സ് അവസാനിക്കുമ്പോൾ 90 പേരും. ഇതിനിടയ്ക്ക് 30 പേര് നിർത്തിപ്പോയി. ഈ 2 വർഷത്തെ ഗ്യാപ്പിനിടയിൽ 30 പേര് പല കാരണങ്ങൾ കൊണ്ട് അവർ മടങ്ങിപ്പോയി. ഞങ്ങൾ 90 പേര് അത് പൂർത്തിയാക്കി.
ഇത് വേദാന്തത്തെക്കുറിച്ച് ശരിക്കുള്ളൊരു കാഴ്ചപ്പാട് നമുക്ക് കിട്ടി, കുറേ കൂടി വ്യക്തമായിട്ട് കാഴ്ചപ്പാട്. അവിടെ സിസ്റ്റമാറ്റിക്കാണ്. ആദ്യം പ്രകരണ ഗ്രന്ഥങ്ങളിലൂടെ നമ്മളെ കൊണ്ടുപോകും. പ്രകരണ ഗ്രന്ഥങ്ങളുടെ ദീർഘമായ ഒരു കാലമുണ്ട്, അതിൻ്റെ പഠിപ്പിക്കുന്നതിൻ്റെ ദീർഘമായൊരു കാലം. അതിനുശേഷം ഭഗവത്ഗീതയിലേക്ക് നമ്മളെ ആനയിക്കും, ഉപനിഷത്തിലേക്ക് ആനയിക്കും, ഒടുവിൽ അതിൻ്റെ ഏറ്റവും ഒടുവിൽ ബ്രഹ്മസൂത്രം തുടങ്ങി വെച്ചുകൊണ്ട് അവസാനിപ്പിക്കും.